ദൈവത്തിന് മഹത്വം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശ്വസ്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വയ്യവേളയ്ക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വിവിധ ഇടങ്ങളിൽ കർത്താവിനെ ആരാധിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വൈകുവേള നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് സന്ധ്യാവേള ആലയത്തിൽ കടന്നു വന്ന് അങ്ങയുടെ മുഖമന്വേഷിപ്പാൻ ഒരിക്കൽ കൂടി നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇന്ന് വൈകുവേള ഞങ്ങൾ കർത്താവിന്റെ ദാസൻ ശിശുവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാദാ, ചില വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ദാസനെയും കുടുംബത്തെയും ഈ പട്ടണത്തിലേക്ക് നീ അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസനോട് ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കായി
ദൈവസഭയ്ക്കും ഈ ദേശത്തിനും അത് അനുഗ്രഹമാക്കി തീർത്തതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസനെ കഴിഞ്ഞ നാളുകളിൽ ഉപയോഗിച്ച ദൈവം തുടർന്നുള്ള ശുശ്രൂഷകളിലും കടന്നു പോകുന്ന ഇടങ്ങളിലും അനുഗ്രഹം ആക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, സ്തോത്രം. നിന്റെ ദാസനെയും കുടുംബത്തെയും ഏറിയ ദൈവകൃപയാ അവിടുന്ന് പിന്നെയും നിറച്ച് കടന്നു പോകുന്ന പട്ടണത്തില് ദൈവസഭയ്ക്ക് അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഇന്ന് വൈകുവേള ഞങ്ങൾ കൂടി വന്നത് തന്റെ ദാസനും കുടുംബത്തിനും അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ മീറ്റിംഗ് നടത്തുവാൻ നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗിൽ ഇടയിൽ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തണമേ. കടന്നു വന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെ ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളെ പിന്നെയും അവിടുത്തെ ദിവ്യ സമാധാനത്താൽ നിറച്ച് കൃപയിൽ കാത്തുമാറാകണമേ. മഹത്വം അങ്ങെടുത്താട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇൻട്രൊഡക്ഷൻ പാസ്റ്റർ വി.ടി. തോമസ് മുഖ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുക. ഇതിന്റെ ചുമതല വൈകി ദേവദാസ് രക്ഷിക്കും. അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിന് ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രികാലം സന്ധ്യാസമയത്ത് നാം ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നത് ബഹുമാന്യനായ പാസ്റ്റർ ഷിബു തോമസിന്റെ സെന്റ് ഓഫ് മീറ്റിങ്ങിനുള്ള ബന്ധത്തിലാണ്. കഴിഞ്ഞ ദീർഘവർഷക്കാലം, എനിക്ക് തോന്നുന്നു 6 വർഷക്കാലം ഈ പട്ടണത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് വേറൊരു പട്ടണത്തിലേക്ക് അല്ല ഒക്ലഹോമ സിറ്റിയിലേക്ക് ശുശ്രൂഷയ്ക്കായി വീണ്ടും കടന്നു പോകുന്ന കർത്താവിന്റെ ദാസൻ വലുതായ ദൈവം അനുഗ്രഹിപ്പാനും ആദരിപ്പാനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ കർത്താവിന്റെ ദാസൻ പട്ടണത്തിൽ കടന്നു വന്ന നാൾ മുതൽ അദ്ദേഹവുമായി ബന്ധപ്പെടുവാനും അദ്ദേഹവുമായി ഇടപെടുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരങ്ങള്, ഇടപാടുകള് എപ്പോഴും വളരെ അനുഗ്രഹമാണ്. പിന്നെ അദ്ദേഹത്തെ നമുക്ക് വിളിക്കുവാനും ഉള്ളൊരു താല്പര്യം. എപ്പോൾ ഫോൺ ചെയ്താലും അദ്ദേഹം ഫോണിൽ ബിസി ആണെങ്കിൽ ഉടൻ തന്നെ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഫോൺ എടുക്കും. ഞാൻ പറഞ്ഞൊരു കാര്യം, അനേകരെ നമ്മൾ ഫോൺ വിളിച്ചൊന്നും എടുക്കത്തില്ല. ശുശ്രൂഷയില്ല, എന്നാല് നമ്മൾ ഫോൺ ചെയ്താലൊന്നും എടുക്കാത്ത അനേകരുണ്ട്. നമ്മുടെ ഈ സിറ്റിയിലുള്ളവരല്ല പറയുന്നത്, അനേക കർത്താവിന്റെ ദാസന്മാരുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഇടപാട്, അദ്ദേഹത്തോട് കൂടുതലായി അടുപ്പാനെ കർത്താവ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ചർച്ച് ഏതൊരാവശ്യത്തിന് എപ്പോൾ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ചർച്ച വെച്ച് ഏറ്റവും കൂടുതൽ മീറ്റിങ്ങുകൾ നടന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏത് സമയത്തും ഈ ചർച്ച ചോദിച്ചാൽ അദ്ദേഹം സെക്രട്ടറിയോട് ചോദിക്കട്ടെന്നും അല്ലെങ്കിൽ കമ്മിറ്റിയോടൊന്നും പറയത്തില്ല. അതിനെന്താ അങ്ങനെ ഒരു ആൻസർ. ഈ അനുഗ്രഹീത കർത്താവിന്റെ ദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്ത ഈ കർത്താവിന്റെ ദാസൻ സിറ്റി വഴി മീറ്റിങ്ങുകളൊക്കെ ഒരു മടിയും കൂടാതെ, ഉപവാസ പ്രാർത്ഥനയ്ക്കായാലും ഒരു മടിയും കൂടാതെ അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ കടന്നു വന്ന് സംബന്ധിപ്പാനും കൈത്താങ്ങൽ തരുവാനും സഹകരിപ്പാനും ഒക്കെ കഴിയുന്ന ആളുകളുടെ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വായിക്കുന്നു. ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാനും ഇത്രയും പേർ കടന്നു വരുവാനും ഇടയായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവസ്ഥിതി ഇന്നുള്ള യഹോവയായ ദൈവം യോശുവ സംസാരിച്ചു. The Almighty God spoke to Joshua. Joshua, as I was with Moses, so I will be with you all the days of your life. No man's will be stand with you. Be strong and courageous. I never forget you. Please, I will with you. I will be with you. Praise God. യഹോവയെ ദൈവം ജോഷുവോട് പറഞ്ഞു, ജോഷുവേ, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ ജീവിതകാലമൊക്കെ ഒരു വ്യക്തി നിന്നോട് എതിർത്ത് നിൽക്കത്തില്ല. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു വ്യക്തിയും ഒരു ദുഷ്ടനും ഒരു ശത്രുവും ശുശ്രൂഷയോടെ ഉറച്ചു നിൽക്കാതെ എതിർത്ത് നിൽക്കാതെ താൻ പോകുന്ന സ്ഥാനങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഈ രാത്രിക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം കടന്നു പോകുന്ന സഭ എനിക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ.
പലപ്പോഴും ഞാൻ പല സന്ദർഭങ്ങളിൽ അവിടെ മീറ്റിംഗ് കടന്നു പോയി സംബന്ധിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചാണ്. അദ്ദേഹത്തിന് സകല ആശംസകളും ഈ രാത്രികാലം നേരിടുന്നു. ഈ സന്ദർഭത്തിൽ യഹോവേ ദൈവം അവരുടെ കുടുംബത്തെയും തന്റെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ആദരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തുനിന്നിരിക്കുന്നു. ഒരുവനായിരുന്നു നമ്മളെ ഈ പട്ടണത്തിലുള്ള പല ദൈവദാസന്മാരും ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെയും ആശംസകൾ പറയുവാനുള്ള അവസരങ്ങളാണ്. ദൈവദാസർ ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ വ്യക്തിപരമായിട്ട് കാര്യം പറയട്ടെ, ആർക്കെങ്കിലും ഈ ലിസ്റ്റ് ഇല്ലാത്ത ദൈവദാസന്മാരോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ take your time, don't take more than 1 or 2 minutes. ദേവദാസന്മാരെ ഗ്രീറ്റിംഗ്സിന് 5 minutes ഈച്ച് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാസ്റ്റേഴ്സ് ഞാൻ പൊതുവെ ഒന്ന് വായിക്കട്ടെ, കാരണം എല്ലാവരും പറഞ്ഞിരിക്കാനോ ഓരോരുത്തരുടെയും പേര് വായിക്കാതെ. പിന്നീട് ഒടുവിൽ സംശയം വരികയാണെങ്കിൽ പാസ്റ്റേഴ്സ് ഡാനിയൽ സാമുവൽ, PS എബ്രഹാം, സാമുവൽ കോശി, മാത്യു റോയ്, KJ കുര്യാക്കോസ്, ജോൺസൺ സക്രയ, EBT മാമൻ, യോഹന്നാൻകുട്ടി ഡാനിയൽ, അലക്സ് ഫിലിപ്പ്, ഷിബു സാമുവൽ, സന്തോഷ് പൊടിമല. ഇത്തരം ദേവദാസന്മാരുടെ പേര് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വേറെ ദേവദാസന്മാർ വന്നെങ്കിൽ അവരും എടുക്കുമെന്ന് കരുതുന്നു. അവരെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ഇതിന്റെ ക്രമം അനുസരിച്ചാണെങ്കിൽ പിന്നീട് ഓർപ്പിക്കണമെങ്കിൽ ഓർപ്പിക്കാം. പാസ്റ്റർ ഡാനിയൽ സാമുവലിന്റെ പേരാണ് ഇതിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഓർത്ത പേരങ്ങ് എഴുതുകയാണെന്ന് ഞാൻ കരുതുന്നു. ദേവദാസന്മാരെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ ശുശ്രൂഷിച്ച പാസ്റ്റർ ഷിബു തോമസും കുടുംബവും 2 ആഴ്ചകൾക്ക് ശേഷം ഒപ്പലവുമായിക്ക് കടന്നു പോകുന്നു. താൻ ഇവിടെ വരുന്നതിന് മുമ്പ് ചിക്കാഗോയിൽ വെച്ച് തന്നെ കുറിച്ച് കേൾക്കാനും ഫോണിൽ കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും ഇടയായി. ഞാൻ ചിക്കാഗോയിൽ സഭാചാർജ് ഇരിക്കുമ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു വിശ്വാസികളല്ലാത്ത ഒരു പ്രയർ ഗ്രൂപ്പ് താൻ ഏറ്റെടുത്ത് നടത്തുന്ന ആ സന്തോഷം ആ വീട്ടിൽ ചെന്നപ്പോൾ അവരെ എന്നോട് പങ്കുവെക്കുക, അങ്ങനെ ദൈവമായിട്ട് അന്ന് കോണ്ടാക്ട് ചെയ്യുവാനിടയായി. ആ സ്നേഹം ഇതിലൂടെ വന്നു. ഞങ്ങൾ തമ്മിൽ ഫോണിൽ കൂടെ കോണ്ടാക്ട് ചെയ്തു. ഈ സിറ്റിയില് മറ്റ് യാതൊരു വിധത്തിലും അദ്ദേഹവുമായി യാതൊരു പ്രയാസങ്ങളോ ഉടച്ചകൾക്കോ ഒന്നിനും വഴിയുണ്ടായിട്ടില്ല. എപ്പോൾ വിളിച്ചാലും സ്നേഹമായി ഇടപെടും. എനിക്കൊന്നും ഒത്തിരി സംസാരിക്കത്തില്ല, അതാണ് നല്ലത്. അദ്ദേഹം ആവശ്യങ്ങൾ കാര്യമായി പറയുക, അദ്ദേഹത്തിന് ശുശ്രൂഷ നിവർത്തിക്കുക. അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യാൻ ബാച്ച് ചെയ്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. ഘനഗംഭീരമായ ദൈവനെ ശുശ്രൂഷ, സഭാപരിപാലനം, അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ശുശ്രൂഷാകാലം ഈ സഭ വളരുവാൻ ഇടയാക്കി. എല്ലാ നിലയിലും അനുഗ്രഹീതമായ ശുശ്രൂഷ താൻ കാഴ്ചവെച്ചു. തീർച്ചയായും അദ്ദേഹം ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതൊരു പുരുഷന്റെയും വിജയത്തിന് പുറകിൽ ഒരു സഹോദരിയുണ്ട്. അതിന്റെ സഹോദരി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരൊന്നിച്ച കുടുംബമായി കുഞ്ഞുങ്ങളുമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയാക്കി. 6 വർഷങ്ങൾ വിടുന്നു. അമേരിക്കയിലെ രീതി എന്ന് പറഞ്ഞാൽ 3+2 5 ഉള്ളൂ. കേജുമായി പറഞ്ഞു ആദ്യത്തെ 3 വർഷം ന്യായപ്രമാണം പോവാം, മാറ്റമില്ലാത്ത 3 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കൃപായ പോവാം, കിട്ടിത്തരുക. അത് കഴിഞ്ഞാൽ പിന്നെ പീഡനകാലം ആരംഭിക്കുക. ഏതായാലും പീഡനകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂർത്തന്റെ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇറങ്ങി പോവുക. ഞാന് ശോഭയിൽ അവർ എപ്രോലിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുണ്ടായി. എപ്രോലിലെ ബെഞ്ചുകളെല്ലാം അവർ ആണിയിട്ട് ഉറപ്പിച്ചേക്കുക, എല്ലാ ബെഞ്ചുകളും. സ്റ്റേജിലെ കസേര ഉറപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാസന്മാർക്ക് എന്തോ ഉണ്ട്, മാറ്റം ഉണ്ടെന്നാണ്. അന്നെല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയായിരുന്നു ആ കാര്യം. അതെ, പിന്നെ മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം ഇരിക്കുന്നവരുണ്ട്. അവർ ഇങ്ങോട്ട് എല്ലാ രീതിയിലുള്ള ശുശ്രൂഷകളുണ്ട്. എല്ലാ രീതിയിലായാലും നല്ലതാണ്. ശുശ്രൂഷന്മാർ മാറുന്നതിൽ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. അത് സഭയെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ പാസ്റ്റർമാർക്കാണ്. കാരണം പാസ്റ്റർമാർക്ക് മാറുന്നത് പുതിയൊരു ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ഒരു സാവകാശങ്ങളൊക്കെ ലഭിക്കാനും ദൈവമായ കർത്താവ് ഇടയാക്കും. അതിനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിളിൽ വായിക്കുന്നു, നിന്റെ പട്ടണത്തുള്ള ലേവ്യനെ മറന്നുപോകും. ഈ പട്ടണത്തിൽ ഷിബു തോമസ് ശുശ്രൂഷിച്ചു. അതിനെ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ നിയമം പറയുന്നു, നിങ്ങളോട് ദൈവനെ പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തോളൂ. സഭാ ശുശ്രൂഷ വലിയ പാടാകട്ടെ. പണ്ടൊരു കീഴ് അച്ഛനെ ഒരാൾ ചെയ്ത പോലെ ഉടനെ അച്ഛൻ പറഞ്ഞു, നിന്റെ മക്കളെല്ലാം അച്ഛന്മാരായി കൊണ്ടുവന്നു. കാരണം ചാർജ് എടുക്കുമ്പോഴേ എന്ത് ചെയ്തുള്ളൂ, അതിന്റെ വിഷമമാണ്. ഒരു ഭവനം ഭരിക്കാൻ നമുക്ക് പ്രയാസം.
അപ്പൊ പിന്നെ സഭ ഭരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇത്രയും വ്യത്യസ്തമാകുന്ന രീതിയിൽ കൂടെ വന്ന ഇവരെ പരിപാലിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അല്ല. ഉറച്ചു പ്രസംഗിച്ചാൽ പറയും ചെവി പൊട്ടിപ്പോകുന്നു, എന്ത് വന്നു. ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ പറയും തണുപ്പ പ്രസംഗമെന്ന് പറയും. പ്രസംഗത്തിനിടെ പാട്ട് പാടിയാൽ പറയും കഥാപ്രസംഗമെന്ന് പറയും. പാട്ടില്ലെങ്കിൽ പറയും ബോറിംഗ് പ്രസംഗമാണെന്ന് പറയും. നീട്ടി പ്രസംഗിച്ചാൽ പറയും ഇരുത്തി കൊല്ലുക എന്ന് പറയും. കുറച്ച് പ്രസംഗിച്ചാൽ പറയും കൈ കോപ്പൊന്നും ഇല്ലെന്ന് പറയും. സാഹിത്യം എല്ലാം പറഞ്ഞാൽ പറയും മനസ്സിലാകത്തില്ലെന്ന് പറയും. ഉദാഹരണം പറഞ്ഞാൽ പറയും ഒട്ടച്ചോലും കളിവാ പഠിച്ച് നടക്കാന്ന് പറയും. പിന്നെ വിസിറ്റ് വീട്ടിൽ ചെയ്താൽ പറയും പുള്ളിക്കതേ ഉള്ളത് ജോലി എന്ന് പറയും. വിസിറ്റ് ചെയ്തില്ലേ പറയും കാണാറേ ഇല്ലെന്ന് പറയും. എന്തോ എടുത്താലും തന്നെ സഭയിൽ വിശ്വാസികൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാലും ഒടി വന്ന് നിൽക്കുന്നത് പാസ്റ്റർ വന്നേക്കും. ഏത് രീതിയിലായാലും ഭാരം. നിങ്ങൾ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സഭ സപ്പോർട്ട് ചെയ്യും. പാസ്റ്റർമാരും തമ്മിൽ സഹനമുള്ളവരായിരിക്കും. ദൈവം ശ്രേഷ്ഠമേരി ശുശ്രൂഷ ഇവിടത്തേക്കാൾ വരികയായി. അതിന് പ്രമോഷ ചിക്കാഗോയിൽ ഒരു ചെറിയ സഭയാണ്. അതിനെക്കാട്ടി വലിയ സഭയിലോട്ട് വന്നു. അപ്പൊ അതിനെക്കാട്ടി വലിയ സഭയിലോട്ട് വന്നു. വരും ദിവസങ്ങളിൽ കർത്താവിന് പ്രസിദ്ധനും ദൈവകൃപയും അനുഗ്രഹീതനുമായി ഒരു വിശ്വസ്ത ശുശ്രൂഷകനായി എന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു അരമണിക്കൂറിൽ ലിസ്റ്റ് കൊണ്ടാണ് ഞാൻ വന്നെ. 5 മിനിറ്റുള്ളെന്ന് പറയാൻ വേണ്ടി തട്ടിപ്പോയി. ഇനി ഞാനൊന്നും പറയുന്നില്ല. ദൈവം കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം. നല്ലപ്പോഴും മാസികം വരുമ്പോൾ ഞങ്ങളൊക്കെ വിളിക്കണം കേട്ടോ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കിലെ ചുരുക്കുന്നു. തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാണ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ കർത്തൃ ദിവസം വൈകിയ സമയത്ത് കർത്താവിന്റെ വലിയദാസൻ പാസ്റ്റർ ഷിബു തോമസിന്റെ യാത്രയപ്പിനോടുള്ള ബന്ധത്തിൽ 2 വാക്ക് പറയുവാനായിട്ട് ദൈവം തന്ന ഈ സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗെ വിളിച്ചു കൂട്ടിയ ഈ സിറ്റിയുടെ കൺവീനറായിരിക്കുന്ന പാസ്റ്റർ ടി തോമസ് അവറുകൾ, ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന പാസ്റ്റർ ടി തോമസ് അവറുകൾ, ഈ പഠനത്തിൽ കർത്താവിനെ വേർ ചെയ്യുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, നമുക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഷിബു തോമസ് ഈ സഭയിൽ വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ശുശ്രൂഷ ഈ സഭയ്ക്കും ഈ പട്ടണത്തിനും അനുഗ്രഹമായിരുന്നു എന്ന് ഈ സഭയെ ഓർക്കുവാൻ ഇടയാണ്. അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. ഏജിലെ ഒരു ദീർഘമായ കാലങ്ങളിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചിറ്റാർ എന്ന സ്ഥലത്ത് ഏജിയുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷകനായിരിക്കുമ്പോൾ എനിക്ക് സദർഭോചിതമായി കാണുവാൻ ഇടയായിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നതും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങുവാൻ ഇടയായിട്ടുള്ളത്. ആ കാലഘട്ടം മുതൽ അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകനാണ് ഷിബു തോമസ് എന്നുള്ളത്. ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഈ സഭയിൽ വന്ന താൻ ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ഭംഗിയായി ചെയ്തുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് ഈ സഭയ്ക്കും അറിയുവാൻ കഴിയും. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതിന്റെ പ്രധാന കാരണം ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ദൈവവചനം നന്നായി ശുശ്രൂഷിക്കാനായിട്ട് ദൈവം പ്രത്യേക കൃപയും താരനും ദൈവം കൊടുത്തിട്ടുണ്ട്. സഭയെ പരിപാലിക്കാനായിട്ട് ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട്. തന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ പാസ്റ്റർ ജോർജി പാസ്റ്റർ പറയേണ്ട കാര്യങ്ങൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു സഭയിലിരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളും ദീർഘമായി അനുഭവിച്ച ഒരു ദൈവദാസനാണ്. അനുഭവത്തിലൂടെയാണ് ഈ പല കാര്യങ്ങളും താൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ഒരു സഭ അതിന്റെ നിലയിൽ മുൻപോട്ട് നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിൽ സഭയിലുള്ള എല്ലാ ജനത്തെയും ഒരുമിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് സഭാ ശുശ്രൂഷ എന്നുള്ളത്. അതിനോടുള്ള ബന്ധത്തിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ തന്നെ 40 പല വർഷങ്ങളായി ഈ ശുശ്രൂഷ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സഭയുടെ ശുശ്രൂഷയായിരുന്നു ഈ കഴിഞ്ഞ 40 വർഷക്കാലം വിവിധ സ്ഥലങ്ങളിൽ ചെയ്തു.
ദീർഘമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ശുശ്രൂഷയിൽ ദൈവം നടത്തിയിട്ടുള്ള വിധങ്ങൾ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ പ്രത്യേക കൃപയാണ്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു, മകനെ എന്റെ ശക്തിയാൽ നിറയപ്പെടുക. അതെ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നാം ദൈവവേല ചെയ്യുകയാണെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പതറിപ്പോവുകയും ദൈവത്തിന്റെ കരം നമുക്ക് ആശ്വാസമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുവാനായിട്ട് ദൈവം കർത്തൃവേലക്കാരെ ശക്തീകരിക്കട്ടെ. വിശേഷാൽ പാസ്റ്റർ ഷിബു തോമസ്, തന്റെ സഹധർമ്മിണി, അവരുടെ ദൈവം കൊടുത്ത കുഞ്ഞുങ്ങൾ അവരൊരുമിച്ച് പട്ടണം വിട്ട് ഗർഭമാരിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെയുള്ള ശുശ്രൂഷയുടെ ചുമതല ഏറ്റെടുത്ത് വളരെ വിജയപ്രദമായ രീതിയിൽ ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്ന വിശേഷാൽ എന്റെ വ്യക്തിപരമായ എന്റെ കുടുംബത്തിന്റെയും AG ഡാളസിന്റെയും പേരിലുള്ള ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Meeting the presider and all the ministers and all brothers and sisters in Christ. I thank God for this blessed evening. And when I came to this area 39 years ago, there was only two pastors in this city, Pastor P.J. Titus and Pastor Casey Taco, and there was only one church. Now there are, I think it's officially there are 40 plus churches. I'm sure there is more than 100 ministers here. Thank God for each and every one of you, the ministry you are doing. And especially I thank God for Pastor Shibu Thomas, and many times when he was in ministry, I used to come here, he always honored the other ministers. God gave me grace to pray for each and every minister of this city, especially we came from India, we need to help each other and give hand in hand, and only we can win the soul for the kingdom of God. And this evening, as majority is pastors, and I would like to give a small thought to pastors. It may help you in your Christian life, in your Christian walk for the ministry. Preparing the next time leaders. So, he who leads without leading others to lead is no leader. Without the successor, there is no success. I believe Pastor Shiv was always leading people to lead others, and because he was a leader. There are a number of examples of those who prepared the next time leaders, but Jesus excelled them all. Jesus had so many circles of associates. Outermost circle, multitude of disciples. Outer circle, 70 disciples. Inner circle, 12 disciples or apostles. Innermost circle, 3 disciples, Peter, James, and John. He spent considerable time with these 3. They became pillars of the church. Jesus recorded them in the beginning of his ministry. It is Peter that Jesus gave the key to the kingdom of heaven. If Jesus had not been patient with the imperfection of his disciple, he could not have developed them. Simon the reed became the Peter the rock. Apostle John, he was once aspiring for the seat next to the throne of Jesus. Later he became a patient sufferer for Jesus. By way of preparing the national leaders, Jesus prayed much for them. Gospel of John chapter 17, the entire prayer is for the apostle. When God told Moses that he would not enter the promised land, but would simply see, first thing he did was pray for the next time leadership. Moses gracefully accepted his retirement. Let us not wait for the calamity to strike us and then think about the national leadership. Moses took up Joshua as his assistant in the beginning itself. Elijah did not wait until the evening of his rapture to appoint Elisha as his successor. Very early, he threw his mantle on him. Paul started training Timothy and Titus quite early in his ministry. Yes, leader is to build people, not break them. Quicken people, not to cling them. Enable people, not to exhaust them. Treat people, not to tease them.
uphold people, not to undermine them. Not too official, but friendly and brotherly relationship. Pastor Shibu had all these qualities in his ministry. I've been an observer since he came to this city. While choosing the national leaders, do not be influenced by casteism or religion. Paul was a pure-blooded Jew, but Timothy was a half-Jew, and Titus was a non-Jew, he was a Greek. Dynasty is not the general principle for Christian leadership. The Old Testament has too many bad examples. Eli the priest, his wicked children, Samuel the prophet, and his corrupt son, so many kings. It is easy to pass on the baton, but the mantle has to fall from the above. Jesus lets the disciples do the baptizing, and Jesus did not baptize. Do not feel threatened by the growth of the skilled, gifted associate. Jesus says in John 14:12, greater work than me will do those who believe in me. And relax. No man can lift us up enough to a place which God has not designed for us. No. Can anyone bring us down from where God has placed us? I'd like to share with you 4 stages in the developing next-line leaders. A, I do, you watch. B, I do, you help. C, you do, I help. D, you do, I watch. Apostle Paul exhorting to this spiritual son Timothy, though therefore endure hardness as a good soldier of Jesus Christ. In conclusion, whatever we are leader or follower, if we overcome ungodliness and live faithfully, we will be made sit with Jesus on his throne as Jesus sat with his Father in his throne. There may be some negative thing in previous leaders, but appreciate the positive side. Hebrew 11 appreciate not only the Gideon, but also Samson also. Do not appoint anyone just because of education. I am not against degree or education. It is good to have them. But a spiritual leader's passion must be the perfection of each of his followers. Jesus spent the previous night in prayer before choosing the 12. We can see in Luke 6, 12 and 13. Jesus said, it is for you. It is for you good I go away. Sometimes physical withdrawal of help. A good shepherd transforms the sheep into shepherd. The ministry of every minister, including me, to make every believer a minister. Mordecai groomed Esther to become the queen of the good of God's people. Let me ask a question. Is leader born or made? My answer is both. Born, for ordained by God, made, trained by, developing by man. Rejoice for the victories of team members. Next lineage must be connected to the Lord, besides following the first leader. Seniority is not a necessary. Maturity, explain the next lineage. Why do we do what we do? Amen. Praise God. So, let the God give us grace to prepare more leaders as we all getting old. I know you all young still, I'm getting old, but please pray for me. Who are I me? I want to make him a leader because we are to pass that time to next generation. We are to prepare the youngsters for the days coming because his days are evil. It is not like when we were grown up. This in America it is evil time. May the Lord bless us. Grace. I wish Pastor Shibu all success and grace from God. He may lead many more people in the city of Oklahoma. May the Lord bless us. Thank you. Thank you, Pastor. തുടർന്ന് പാസ്റ്റർ മാത്യു റോയ്, കെ ജെ കുര്യാക്കോസ്, ജോൺസൺ സക്രായ. If you can keep the time, it will be beneficial. Pastor Sambal Kushi gave a great message, but it was, we should have more time to explain everything. Thank you. Greetings to you all in Jesus' name. Sharon Fellowship Church and also the believers in the city of Dallas really enjoyed the spiritual blessings God given to Pastor Shibu Thomas last 6 years. And I know his deep commitment and dedication for the expansion of the kingdom of God. And I also thank God for Sister Arishma. She is a good wife, as a pastor's wife. She is very good, I know them. And also God blessed them with 3 children. They are obedient and very smart people in this church. May God bless them
as we know, I would like to read one verse from the book of Joshua, chapter 1, verses 9. It says, "Be strong and courageous, do not be afraid. Do not be discouraged, for the Lord your God will be with you wherever you go." We can see that the same in the Great Commission too. "I will be with you always at the end of the age." Nobody called, but God called and elected and appointed him as a minister, New Testament minister. And as pastor, when I came to know him that he is a pastor's son, that all the experiences that his pastor had, the blessings his pastor had, he used in this church for the expansion of his kingdom. He has deep commitment and dedication in the ministry. While he's moving to the city of Oklahoma, it is a few hours away from here. May God richly bless him and in the ministry to expand over there, and may glorify God's name again over there. And on behalf of U.S. Pentecostal Church and on behalf of my family, I wish you all the best. God bless you. Praise the Lord. ഇവിടെയുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ഈ പട്ടണത്തിൽ സ്തുത്യർഹമായ കർത്തൃശുശ്രൂഷ നിർവഹിച്ച് ഒക്ലഹോമയിലെ എബ്രോൺ പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന പുതിയ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ കടന്നു വന്ന പാസ്റ്റർ ഷിബു തോമസിന്, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിക്ക്, കുടുംബാംഗങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥനയും ഭാവുകങ്ങളും ആശംസിക്കുവാനുമായി ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ഷിബു തോമസ് അനേക വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് ICPF-ന്റെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്ലാസ്സസ് നടക്കുമ്പോൾ ഞാനവിടെ പഠിപ്പിച്ചിരുന്ന സമയത്ത് അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് എന്നോട് കഴിഞ്ഞൊരു സമയത്ത് പറയുവാനിടയായി. എന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ആക്റ്റീവ് കോണ്ടാക്റ്റ് അങ്ങനെ കീപ്പ് ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് വീണ്ടും ഞങ്ങൾക്ക് തമ്മിൽ കാണുവാനും ഓർമ്മയെ പുതുക്കുവാനും സ്നേഹബന്ധം പുതുക്കുവാനും ഇടയായത്. ആരും മുമ്പേ പറഞ്ഞതുപോലെ അധികം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കാനൊന്നും സാവകാശങ്ങൾ ലഭിച്ചിട്ടില്ല. എങ്കിലും വളരെ നല്ല ഒരു സുഹൃബന്ധം കാണുമ്പോഴും വല്ലപ്പോഴുമൊക്കെ ഫോണിലും തുടരുവാൻ കർത്താവ് ഇടയാക്കി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് വളരെ 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 സന്തോഷകരമായിട്ടുള്ള കമൻസ് അനേകരിൽ നിന്ന് കേൾക്കുവാൻ തക്കമാണ്. പീപ്പിൾ ഹു think highly of his ministry. I have come across several of them and speaking so high of him and also of his ministry, and I was so happy to hear that about this man of God. And there were a few occasions when I myself could participate in places where he was ministering, and it was such a blessing. And so this evening I am so confident as I stand here and I extend my felicitations to him. I am so hopeful and confident that the church that he is going to, he would be greatly used by the Lord. In fact, ഒക്ലഹോമയിലുള്ള ബെസ്റ്റ് മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്കാണ് ഈ ദൈവത്തിൻ്റെ ദാസൻ കടന്നു പോകുന്നത്. അവിടെ വളരെ ശക്തിയോടെ ദൈവം തന്നെ ഉപയോഗിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒറ്റ വാക്യം ഞാൻ ഓർപ്പിച്ച് ഇരുന്നുകൊള്ളാം. ഫിലിപ്പിയർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പുസ്തകം അത് എഴുതിയത് വാസ്തവത്തിൽ റോമാ കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയത്. എങ്കിലും ആ കാരാഗ്രഹത്തിന്റെ വാസം തന്നെ ഫിലിപ്പിയരോട് എഴുതുമ്പോൾ അവരോട് പറയുക, സഹോദരന്മാരെ, എനിക്ക് ലഭിച്ച ഈ കാരാഗ്രഹവാസം പോലും ബന്ധനം പോലും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷകന്മാരായ നമുക്ക് പുതിയ സ്ഥലങ്ങളും പുതിയ അവസരങ്ങളും പുതിയ വെല്ലുവിളികളും അതോടൊപ്പം പുതിയ യുദ്ധങ്ങളും എല്ലാം നേരിടേണ്ടി വരുമ്പോൾ
അതെല്ലാം സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരേണ്ടതാണല്ലോ. പാസ്റ്റർ ഷിബു തോമസിനും എൻ്റെ കുടുംബത്തിനും അദ്ദേഹം അവരെ ഒക്ലോമയ്ക്ക് കടന്നു പോകുന്നതും അവിടെ ശുശ്രൂഷിക്കുന്നതും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക്, അനേക ആത്മാക്കളെ ആദായപ്പെടുത്തുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തം സഹോദരനോട് എന്നതുപോലെ ഈ കർത്താവിന്റെ ദാസനോട് വേണ്ടിയും തൻ്റെ കുടുംബത്തിന് വേണ്ടിയും ആശംസകൾ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നന്ദി. താങ്ക് യു. കർത്തവേലയിൽ ഇന്നയോളം ജയോത്സവമായി നടത്തി വിശ്വസ്തൻ എന്നെണ്ണി കർത്താവിന്റെ വേലയിൽ പാസ്റ്റർ ഷിബു തോമസിനെയും കുടുംബത്തെയും കാണുവാൻ കരുണ കാണിച്ച കർത്താവിന് ഹൃദയംഗമായ നന്ദി ഈ സന്ധ്യയിൽ അർപ്പിക്കുന്നു. കർത്താവിന്റെ വേല പല നിലകളിലാണ് ദൈവം ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും ഭാരമുള്ളത് സഭാചാരം. 1985 ഞാൻ റാന്നിയിൽ കർത്താവിന് വേലയിലായിരിക്കുമ്പോൾ വെള്ളക്കൽ സഭ എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ സഭ വലിയ സഭയാണ്. അതിനടുത്ത് മുക്കാലമൺ IPC സഭയുണ്ട്. ഇത് രണ്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രവഴക്കാരുടെ സഭയാണ്. ഞാൻ വെള്ളക്കൽ ചർച്ച കൊണ്ട് ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അടുത്ത സഭയിൽ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ഫിലിപ്പ് ജോസഫ്. നിങ്ങൾ പലരും അറിയാമായിരിക്കും അദ്ദേഹത്തെ. ഒരു ദിവസം സഭായം കഴിഞ്ഞ് അദ്ദേഹം നടന്നു വരുമ്പോൾ ഞാനും സഭായം കഴിഞ്ഞ് താഴത്തെ റോഡിലിറങ്ങി തന്നെ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഏതോ പ്രയാസമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് വെച്ചാൽ വല്ല ക്ഷീണം പോലെ തോന്നുന്നല്ലോ. ഇവരോട് പറയാൻ കിടന്നു, എൻ്റെ കുഞ്ഞെ, ഒരു സഭായം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നത് കൊന്നത്തെങ്ങിനെ മണ്ടേ താഴെ വീണത് പോലെ. എന്നോട് പറയണ്ട, കൊന്നത്തെങ്ങിനെ മണ്ടേന്ന് താഴെ വീഴുന്ന പോലാണ് ഒരു സഹായം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നത്. ഓർക്കണം, ശുശ്രൂഷ സഭാജാറ്റ് ഏറ്റവും അധികം മാനസിക ക്ലേശമുള്ളതാണ്. എന്നാൽ ഞാനൊരു നാടൻ ഉദാഹരണം പറയട്ടെ. ലേബർ പെയിൻ വളരെ വേദനയുള്ളതാണെന്ന് അനുഭവിച്ച സ്ത്രീകൾക്കറിയാം. പക്ഷെ ആരും ഇന്നുവരെ ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. പിന്നെയും ആ വേദന ചുമക്കാൻ വഹിക്കാൻ അവർ തയ്യാറാണ്. ഇതുതന്നെയാണ് ശുശ്രൂഷയുടെ ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു 70 വർഷം മുമ്പ് കർത്താവിന്റെ വേലയിൽ ഇറങ്ങി തിരിച്ച എൻ്റെ പ്രിയ പിതാവ്, അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ അനേക ഫീതൂമകളിൽ ജീവിക്കുവാൻ അവസരമുണ്ടായ എനിക്ക് ശുശ്രൂഷയുടെ ഭാരം, ഗൗരവവും, വേദന, നന്മ, തിന്മ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയാണ് പാസ്റ്റർ ഷിബു. അദ്ദേഹത്തെ കുറിച്ച് വാസ്തവത്തിൽ അമേരിക്കയിലെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്റ്റേജ് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ആർക്കും ആരോടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അതാ യാഥാർത്ഥ്യം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുമില്ല ഒരു തരത്തിൽ. പാസ്റ്റർ ഷിബുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ ചില കാര്യം. അദ്ദേഹം ഒരു പാസ്റ്റർ മകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാരണം അനേക പാസ്റ്റേഴ്സിന്റെ മക്കളും ആ പിതാവിന്റെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണങ്ങൾ പലതാണ്. എന്നാൽ കർത്താവിന്റെ വേലയിൽ ചെറുപ്രായത്തിലെ ആയിത്തീരുവാൻ പ്രിയപ്പെട്ടവനെ കർത്താവ് ഉപയോഗിച്ചു. ഒരു നല്ല അനുഗ്രഹീതനായ പ്രഭാഷകൻ, ആശയങ്ങൾ രേഖപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു നല്ല ലേഖകൻ, ഒരു നല്ല പാസ്റ്റർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിത്യാദി നിലകളിൽ കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവ് ദാസനെ നാം ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. ഈ മീറ്റിംഗ് തന്നെ താൻ നേടിയെടുത്ത, ഈ സിറ്റിയിൽ നേടിയെടുത്ത ഒരാദരവാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഉപയോഗിച്ചു, പരിപാലിച്ചു, സഹായിച്ചു. നമ്മൾ ഓർക്കണം, ഒരു കാലഘട്ടത്തിൽ പാസ്റ്റേഴ്സ്, അവരുടെ ശുശ്രൂഷകൾ എന്തും ഏതും ചോദ്യം ചെയ്യാൻ
അനുസരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു തലമുറയുണ്ടായി. അത് കണ്ട ഞാൻ പറഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വളരെയേറെ ഭാരം. ശക്തനായ മോശ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ഞാനാണ് ഇവരെയൊക്കെ പ്രസവിച്ചത്? ദൈവത്തോട് ചോദിച്ച ചോദ്യമാണ്. ഒരു ലീഡർഷിപ്പ്, ഒരു പാസ്റ്റർഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒത്തിരിയേറെ പ്രശ്നമുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ചില വർഷം മുമ്പ് ഫിലദൽഫിയയിലെ മത്തോമൽ അച്ഛൻ അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, വീട്ടില് ഭാര്യയ്ക്ക് നിന്ന് വാതുറന്ന് ഒന്നും പറയാൻ വയ്യാത്തവന്റെ ഒക്കെ എനർജി തീർക്കുന്നത് അച്ഛന്റെ മണ്ടയിലാണ്. അച്ഛന്റെ മണ്ടയില. വീട്ടിൽ ഭാര്യയ്ക്കലോ പിള്ളേരിക്കലോ നവാശമം മണ്ടാനൊക്കത്തില്ല. കാരണം ഈ പുള്ളിക്കാരിനെ കൊണ്ടുവന്നത്, ഗ്രീൻ കാർഡ് വാങ്ങിച്ചു കൊടുത്തത്, ഡ്രൈവിംഗ് പഠിപ്പിച്ചത്, ജോലി വാങ്ങിച്ചു കൊടുത്തത്, ഒന്നും പറയാനൊക്കത്തില്ല. പിന്നെ ഇതെല്ലാം തീർക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. പാസ്റ്റേഴ്സ് അതിലൊക്കെ വേദനകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു. പാസ്റ്റർ ഡാനിയൽ സാമുവൽ അതിൽ ചില ആശയങ്ങൾ വളരെ നർമ്മം കലർത്തി പ്രസ്താവിച്ചു. നമ്മളറിയണം, വളരെയേറെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് നിസ്സാരമായി കാണുന്ന അനേക വ്യക്തികളുണ്ട്. എന്നാൽ മാർപ്പാപ്പയെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ പാസ്റ്റർ ഞാനൊന്നും പറഞ്ഞ് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിലും പരിചയത്തിലും അറിവിലും താൻ ഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉപയോഗിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ നാം ഏറ്റവും ശ്രേഷ്ഠരാണ്. കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി ന്യൂയോർക്കിൽ നിന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ച് ചോദിച്ചു, പാസ്റ്റർക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചു. തന്റെ ചോദ്യത്തിന്റെ ഗൗരവം എനിക്ക് അത്ര ആദ്യം പിടികിട്ടിയില്ല. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞേക്കണമോ, യഥാർത്ഥമായ വചനം പ്രസംഗിക്കുന്നൊരു പാസ്റ്റർക്ക് ഒരു ഫ്രണ്ടും ഇല്ലെന്ന് പറഞ്ഞ ഭൂമിയിൽ. യഥാർത്ഥമായി സോപ്പട്ടും പതപ്പിച്ചൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒത്തിരി പേരെ കിട്ടും. എന്നാൽ പലപ്പോഴും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ഒന്നാം പ്രതിപാദത്തിൽ ആരും എനിക്ക്, നമ്മുടെ അനുഭവത്തിൽ അതുപോലെ എത്ര അനുഭവം വന്നിട്ടെന്ന് ഓർത്തു നോക്കി. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എത്ര സന്ദർഭങ്ങളിൽ തനിയെ നിൽക്കേണ്ട അവസരം. വേദനയോടുകൂടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന ഭാര്യ, എന്തു പറയണമെന്നറിയാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതിന് നടുവിൽ വേദനയോട് നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ സ്വർഗം കാണുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സ്തോത്രം. ദീർഘമായി സംസാരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. താൻ കഴിഞ്ഞ 6 വർഷം ഇവിടെയായിരുന്നു. കർത്താവ് ഉപയോഗിച്ചു, കർത്താവ് സഹായിച്ചു, കർത്താവ് നിർത്തി. ജീവിതത്തിന്റെ പല മേഖലകളിൽ കൂടെ അനേക പ്രതിസന്ധിയിൽ കൂടെ താൻ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒക്കെയും കർത്താവ് പരിപാലിച്ചു. ഇനി ഇവിടെ നോക്കലോഹമിലേക്ക് കടന്നു പോകുന്നു. നല്ല സമയമാണ് എന്ന് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടു. എന്നാൽ നമ്മുടെ ആൾക്കാരാണ് അവിടെ ഉള്ളതെല്ലാം. അതുകൊണ്ട് കർത്താവ് തുണയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ മുമ്പോട്ട് പോകാം. ഇന്ന് ഒരു നിർത്തിയ ദൈവം മേലാലും നിർത്തും. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കർത്താവിന്റെ മേലെ വ്യർത്ഥമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ വേണ്ടി വർദ്ധിച്ചു വരൂ. പാസ്റ്ററിനെയും കുടുംബത്തെയും ആ നിലയിൽ കർത്താവ് ഉപയോഗിച്ച് ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തട്ടെ. സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് ഒന്ന് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെയും കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷ സഭയുടെയും പ്രത്യേക അഭിനന്ദനങ്ങൾ, അനുഗ്രഹങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Pastor. തുടർന്ന് പാസ്റ്റർ എ.ബി.ടി. മാമൻ, യോഹന്നാൻ കുട്ടി ഡാനിയൽ, അലക്സ് ഫിലിപ്പ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 6 വർഷക്കാലം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഡാളസി സ്തുത്യർഹമായ നിലയിൽ കർത്താവിൻ്റെ വേല നിർവഹിച്ച് ഒക്കലാഹോമയിലേക്ക് കടന്നു പോകുന്ന പ്രിയ കർത്താവിൻ്റെ ദാസന്റെ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ആശംസകൾ അറിയിപ്പാനും ഒരുമിച്ച് കൂടുവാൻ ലഭിച്ച ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബുവിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം നിറവേറ്റുന്നു.
2007 ഞങ്ങൾക്ക് തമ്മിൽ പരിചയപ്പെടുവാനായി അവസരം ലഭിച്ചത്. ഷിക്കാഗോയിൽ അന്ന് താൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ കടന്നു പോകുവാനും ശുശ്രൂഷകളിൽ സംബന്ധിപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ളതായ അവസരങ്ങൾ ലഭിച്ചു. അതിനുശേഷം 3 വർഷങ്ങൾക്ക് മുൻപ് ഈ പട്ടണത്തിൽ ഫെയ്ത്ത് ടാബർനാക്കിൾ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭാ ശുശ്രൂഷകനായി ഇവിടെ കടന്നു വരുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ ഇവിടെയുണ്ടെന്ന് അറിയുവാനും ഞങ്ങൾക്ക് തമ്മിൽ കാണുവാനും പരിചയം പുതുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അനുഗ്രഹീതമായ കൂട്ടായ്മകൾ ലഭ്യമാക്കിയ ദൈവത്തിന് നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും അയക്കുകയും ഒക്കെ ചെയ്യുന്നത് കർത്താവാണ്. കാലാകാലങ്ങളിൽ ഓരോ ഇടങ്ങളിൽ ദൈവദാസന്മാരെ കർത്താവ് നിയോഗിച്ചയക്കുന്നു. കഴിഞ്ഞ 6 വർഷക്കാലം ഈ ദേശത്ത് ശുശ്രൂഷിപ്പാനായി ദൈവം തന്റെ ഭൃത്യനും തന്റെ കുടുംബത്തിനും കൃപ കൊടുത്തു. സഭയ്ക്ക് അനുഗ്രഹീതമായ വളർച്ചകളും നന്മകളും ഉണ്ടാകുവാൻ തക്കമിടയായി. ഇനി താൻ കടന്നുചെല്ലുന്ന സ്ഥലത്ത്, ദൈവത്താൽ അയക്കപ്പെടുന്ന ഇടത്ത് അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടായി വരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, നാം മുൻപേ കേട്ട ദേവദാസന്മാരിലൂടെ ഓർപ്പിച്ചതുപോലെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിസ്സാരമേറിയ കാര്യമല്ല. വളരെ ഉത്തരവാദിത്വങ്ങൾ നിറഞ്ഞ ഘനമുള്ളതായ ഒരു വിഷയം അതായിരിക്കുമ്പോൾ അതിൽ വളരെ ശക്തമായി നിൽക്കുവാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രിയ കർത്താവിന്റെ ദാസന് ദൈവം കൃപ കൊടുത്തതുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. തന്നെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇനിയും അനേകരെ ക്രിസ്തുവിനായി നേടുവാൻ തനിക്കും തന്റെ കുടുംബത്തിനും ഇടയാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സുവിശേഷകന്റെ ആത്മാവ് തന്നിൽ ഉള്ളത് നന്നായി തിരിച്ചറിയുവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ കർത്താവിന്റെ ദാസൻ ഒക്ലഹോമയിൽ നിശ്ചയമായും ദൈവത്താൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് അദ്ദേഹത്തിന് ഒരു സെന്റ് ഓഫ് കൊടുത്ത് അയക്കുന്നു എങ്കിലും ആമേൻ ആത്മാർത്ഥമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവ് താമസമായാൽ വീണ്ടും താൻ ഈ ദേശത്തേക്ക്, പട്ടണത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് കടന്നു വരട്ടെ. ഈ ദേശത്തേക്ക് ആമേൻ തന്നെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെയും അതോടൊപ്പം ആലൻ ഫെയ്ത്ത് ടാബർനാക്കിൾ ചർച്ച് ഓഫ് ഗോഡിന്റെയും എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. പ്രിയ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ടി തോമസ് അവറുകൾ, പാസ്റ്റർ വി.ടി. തോമസ് അവറുകൾ, മറ്റ് ശ്രേഷ്ഠരായ എല്ലാ കർത്തദാസന്മാർ, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, സഹോദരിമാർ, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പ്രത്യേകമാകുന്ന യോഗത്തിൽ കടന്നു വന്ന് ഒരു നിമിഷം എടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനെ ലഭിച്ച കർത്താവിന്റെ ദാസന് നന്ദി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശിവ തോമസിനെ കുറിച്ച് 1-2 സെന്റൻസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അതിന് മുൻപിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത, നാം എല്ലാവരും ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശുശ്രൂഷയിൽ തുറന്നു പോകുന്നത് ദൈവം നമ്മെ വിളിച്ചതിനുള്ള ബന്ധത്തിൽ ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തതയാണ്. പലപ്പോഴും നാം പറയാറുണ്ടല്ലോ, പെർഫെക്റ്റ് ആയിട്ട് ഒരുവനെ ഉള്ളായിരുന്നു, അവരെല്ലാം അതുകൊണ്ട് എല്ലാവരോടും കൂടി അവനെ ക്രൂശിച്ചു. നമ്മൾ ഇൻപെർഫെക്റ്റ് ആയിരിക്കുമ്പോഴും നമ്മെ പിന്താങ്ങുന്നവനാണ് നമ്മെ വിളിച്ചത്. അതിനൊരു ഉദാഹരണം പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഇങ്ങനെയാണ്. മോശയോട് ദൈവം പാറയോട് കൽപ്പിക്കാൻ പറയുമ്പോൾ ജനത്തിന് തന്നോടുള്ള ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിൽ ഉരുത്തിരിഞ്ഞ ആ പ്രയാസത്തിൽ നിന്ന് താൻ പാറയെ അടിച്ചു. അനുസരണക്കേട് കാണിച്ചത് വാഗ്ദത്തത്തിൽ കടക്കാതിരിക്കുവാൻ ഒരു കാരണമായി അത് തീർന്നെങ്കിലും അനുസരണക്കേട് കാണിച്ച സ്ഥാനത്തും ദൈവം വെള്ളത്തെ പുറപ്പെടുവിച്ചു. കാരണം ഇല്ല എങ്കിൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ശുശ്രൂഷയ്ക്ക്, നേതൃത്വത്തിന് അവിടെ ഭംഗം വരും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദാസനായ മോശയെ മാനിച്ച് വെള്ളത്തെ പുറപ്പെടുവിക്കുമാറാക്കി. അത് ദൈവത്തിന്റെ, തന്റെ ദാസന്മാരുള്ള ദൈവത്തിന്റെ കരുതലും വിശ്വസ്തതയുമാണ്. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം നാം കാലാകാലങ്ങളായി അനുഭവിക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ ദാസൻ ഷിബു തോമസിനെ
ഈ പട്ടണത്തിൽ എനിക്ക് പരിചയപ്പെടുകയായിട്ടുണ്ട്. ഞാൻ സിറ്റി വേർഡിന്റെ കോർഡിനേറ്റർ ആയിരിക്കുമ്പോഴാണ് പ്രത്യേകമായി തന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. ഏതവസരത്തും ഏതൊരു കാര്യവുമായി തന്നെ സമീപിക്കുവാൻ യാതൊരു പ്രയാസമില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അവൈലബിളായ ഒരു ദൈവദാസനാണ് ഷിബു തോമസ്. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിനൊപ്പം ദൈവസഭയെ മുഴുവനായി കണ്ട് ദൈവജനത്തെ സ്നേഹിപ്പാനും അവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യുവാനും ഷിബു തോമസ് പരിശ്രമിച്ചിട്ടുണ്ട്. മിതഭാഷയെങ്കിലും ദീർഘദർശി, ഉപരി വിപ്ലവാത്മകനല്ലെങ്കിലും സമചിത്തതയോടെ നിശ്ചയദാർഢ്യത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും സ്വയലഭ്യതയേക്കാൾ പൊതു താല്പര്യത്തെ കരുതുകയും സമ്പത്തിനേക്കാൾ സാക്ഷ്യത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠനായ വൃത്തിനത്രേ പാസ്റ്റർ ഷിബു തോമസ്. കടന്നു എഴുതുന്നതെല്ലാം ക്രിസ്തുവിന്റെ പത്രമായി ജനജീവിതങ്ങളിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. തൻ്റെ കുടുംബത്തിന്റെ നിസ്വാർത്ഥമായ ത്യാഗജീവിതം അതിന് മുതൽക്കൂട്ടായി എക്കാലം ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സകല നന്മകളും കൃപയും ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഈ എളിയവൻ ഇരിക്കുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കും. അടുത്തത് പാസ്റ്റർ ഷിബു സാമുവൽ, പാസ്റ്റർ സന്തോഷ് പുടിമല. First of all, I would like to thank God and thank Pastor Vinny Thomas for organizing such a meeting, because it never happened in Detroit. In my 15 years when I was living there, many pastors came and gone, but none of this happened. But this time we made this arrangement. It is always a blessing to see after the ministry when they go to the different state, to see the outcome of the 6 years or 8 years or 10 years the ministry in the state, in that city. Thank you for that. And Pastor T. Thomas as leading this meeting. I believe that I am the least, youngest. If I am wrong, I don't know if you can correct me. I'm only 18 years in the ministry, and I was just thinking about, but at the same time, God has given me the privileges to go to different places and take leadership seminars in most of the American churches, because I was pastoring an American church for 8 years, and because the reason I never wanted to be a pastor of Indian church was everything church pastor already mentioned in the beginning. Because I'm a pastor's son. Shibu Thomas is a pastor's son. Most pastors, Jonathan Zachariah is a pastor's son. Most of you are sitting here representing pastor's background. We all know what happens. And I grew up like that. And I determined in my life that I will never become a pastor, because I have seen ups and downs and all struggles and humiliations and all those things in the ministry in my dad's lifetime and my uncle's time. And so, but it's not, I am the 47th pastor. We have 57 pastors in our family. I'm the 47th one. After me, 10 of them came out for the ministry. But regarding Shibu Thomas, I heard about him when I was in Detroit, when Sharon Church was building this building, I believe. They came in Detroit, and that's the time I heard about Pastor Shibu Thomas' name through Brother Raju Tharambalam and all other brothers who came there. And then afterwards, I heard his name in Tonyamala Assemblies of God, because his dad was a pastor there. But I'm mentioning this, the legacy is going on, but the calling in us is always there. In the right time, God called him in the ministry, taking his father's footstool. And from there he came to Dallas 6 years in this ministry. I thought it was very easy, because it was very easy to pastor an American church. In the Tenel body, very quiet, none of the struggles, pay nothing.
None of the members will know what's going on inside the church. Everything will be inside the room, office, none of this. But here, first thing believers know, last thing pastor knows. But in all the midst, everything happens. ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. So I believe that Pastor Shibu Thomas had gone the same situations in the ministry, but at the same time, God used him and changed that picture in this Dallas. As Pastor, I think Johnson Secretary mentioned that is the outcome of this meeting, the result of this meeting, the way you were here in these 6 years, led this church and the community, encountering with Pastor. I have a lot of good experience with you. I don't have any, I'm just 2 years, so I don't have any bad experience with any of the pastors here. And I have seen that humble heart of that servanthood. And as he goes to the Oklahoma church, is the biggest church, very large church. At the same time, a lot of pastors inside the church. So it is very difficult to bring everyone together. But like I just pray that God's mercy and God's grace and God's wisdom, as Colossians chapter 3:15 says, and let the peace of God rule in your heart. Whenever, as even though I'm just 18 years experience, you're much more experienced, but still we are human beings. We are pastors, servants of God. We are never called to please any people. We are called to please God. And when we please God, there will be a lot of humiliation, there will be a lot of ups and downs, but in that midst, the peace of God, let that peace of God rule in your heart when you will be in Oklahoma. On behalf of Philadelphia Church and my family, we extend and visit. God bless you. Respected Chairman, Pastor T. Thomas, and all the ministers of the gospel and the families, I just wanted to extend my thanks and greetings to you all. Above everything, I just wanted to thank Pastor V. T. Thomas for arranging this type of thing. That is a great appreciation for every one of us, and encouragement for every one of us. Many of the times, pastors are burned out because of the surroundings and situations. When I was thinking about these police officers, there are 600 deaths, suicidal deaths happens among the police officers. Reported death as accidental death is 300, another 300 as named as distress, spiritual distress or something like that. The reason number one is they were not able to share their problems or burnouts or the stress that they're going through. So now every police department have chaplains who can talk to them and work with them and listen to them. Why I'm saying this type of meetings are very encouraging to see what God is doing and how God is helping us. I really appreciate Pastor George, Daniel, we have our channel. So he connected everything in a small phrase, everything he put it down. How true and how deeper those things were we experienced in our lifetime. But anyhow, thank God for everything. We are standing, we are called by God. And when I was coming here, I was thinking that this is a send-off meeting. What should we say? In my heart it came like this. This is a send-off meeting. If I'm not going to see this person again, it is a sad thing. Then I have a lot of things to be worried and be sad about this meeting. But this send-off meeting is not the end. It's just to say to you that, to your family, that we are going to miss you for a certain period of time in Dallas. But we are going to say hello again in the ministry, in the expansion of God's kingdom. My experience with Pastor Shibu and his family was, just like everyone said, he won't talk much, but what he says, very solid, and it has some weight.
I cannot recollect who said like this, but this man of God said, the prayer is not measured by the yard, but it is measured by the weight of it. Sometimes people can pray a long prayer, but inside there is nothing. But if you make a genuine prayer and something solid in it, Amen. that is important. Even my personal hardship when I go through, this man will say that, I have not seen you last public meeting, where were you? Something like that. So he acknowledges, he thinks about you, talks about you, talks to you. And also he says that, I'm praying for you, I'm there for you. And one of the biggest quality I seen in this man was, he listens carefully. He's not just like when you approach him, he imposes everything what he has in you, but he listens. That is the greatest quality a pastor can have. I really appreciate what you have done in this community. On behalf of PYCD, I wanted to thank you for all the contribution you pour out to this community and to listen to the young people. And I just wanted to thank you and praise God for your life and your family's life. And it's my prayer. When God said to Joshua, my son has died, my servant has died. Now Joshua, you need to stand up with a great courage, and the same God is talking to you, who was with Moses, who will lead you in every steps of your way. And it's my prayer that wherever you go, let God Almighty, the God of Abraham, Isaac, and Jacob, be your God and strengthen you and enlarge your territories, and let us all rejoice in the days to come what God is doing, and may God bless us. Amen. Thank you, pastors, for giving that profound messages and words of encouragement, and thanks to Pastor Shibu Thomas. ഈ രാത്രി കർത്താവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വളരെ നല്ല രീതിയിൽ വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ പല കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുകയായിരുന്നു. നമ്മുടെ പട്ടണത്തില് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലും, സിറ്റി വൈഡിന്റെ വകയായിട്ട് ഒരു ദേവദാസിന് യാത്രയിൽ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. പാസ്റ്റർ വി ടി തോമസ് അതിന് മുതിർന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു നല്ല സംരംഭമായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ പട്ടണത്തിൽ അധ്വാനിച്ചിട്ട് കടന്നു പോകുന്ന ദേവദാസന്മാരെ ഒരുമിച്ച് കണ്ട്, എല്ലാവർക്കും ഒരു പക്ഷേ കടന്നു വരുവാൻ സൗകര്യം ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഒന്ന് കണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചില വാക്കുകൾ പറഞ്ഞു. വി താങ്ക് യു പാസ്റ്റർ എന്ന് പറഞ്ഞയക്കുന്നത് ഒരു അനുഗ്രഹമാണ് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ഭാവിയിലും ഇതിന്റെ ചുമതലയെടുക്കുന്ന ദേവദാസന്മാർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ചെയ്യുവാൻ കർത്താവിദാസൻ ആദ്യമായിട്ട് തോന്നുന്നതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മുൻപ് ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ദേവദാസനോടുള്ള നന്ദി അറിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു ചെറിയ മെസ്സേജ് പറയുവാനായിട്ട് പാസ്റ്റർ മാത്യു തോമസിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ബാക്കി. Praise the Lord. Greetings to you all in the very precious name of our Lord and Savior Jesus Christ. Tonight we are gathered together in the presence of God to say farewell to Pastor Shibu Thomas. I'm standing here with some sort of mixed emotions. In one way I'm very sad that he's leaving from this town and going to another city. But in another way I'm so glad that he is fulfilling God's commission, that he is doing what God has called him to do, to preach the gospel, to proclaim the good news. And that is what is expected of each and every one of us. I'll be very brief. I know that so much word has been spoken here, and if I take too much time, it's going to be it is going to be a little too much. But I'll be very brief in sharing a little bit from the Word of God this evening. And as I said, I'm standing here with mixed emotions because although I came to know Pastor Shibu Thomas since he came to Dallas, but I have known his father long time ago. Even when I was a small boy, I was in my high school. His father was the pastor in Chittar Assemblies of God. And he used to come to our house, and he used to come and talk to my parents. And finally, he managed to convince my parents to have a Sunday school
in our house. And he used to come to our house every Sunday afternoon. He used to call all the neighborhood children, and we used to have Sunday school in our house. And that was basically the Sunday school that I ever had. I never used to go to any other Sunday school. This was probably the only Sunday school that I have ever attended in my life. And the next step was that was an opening for me to expose myself to this Pentecostal faith, as we were Marthamites. And then his father left there. He prayed with us and he spent a lot of time with us. But that was an initial contact that he made that paved a way for the next pastor to come to our house. So the next pastor, Pastor V.C. Samuel, came to our church, and he had some interactions with me. And that was an opening that I accepted the Lord Jesus Christ, and then I have accepted to go to Bethel Bible School, and he took me to Bethel Bible School. And I did not know anything about the Bible. I had no knowledge about the Bible. That was my initial exposure to Christian ministry, exposure to Pentecostalism, so to say. So in many ways, I'm very much indebted, and I'm so grateful for his dad, for the work that he has done, and I'm so glad that his son is carrying out the ministry that has been commissioned to him. As I said, many people think ministry is a glamorous thing. Some people, when they look at us, some of you have said, it is a glamorous thing. We stand on the pulpit and shout and scream and yell and say all those things. But behind this, many people do not understand the pain. Many people do not understand the suffering. Many people do not understand the emotional trauma that a pastor is going through. And some of us have already verbalized that here tonight. I'm so glad that you are becoming more open to this kind of exposure, because there was a time that we never talk about these kind of things. And it is a good thing that we talk about sharing our experiences in doing the ministry. I'll be very brief, and I just wanted to share one Bible verse from 2 Timothy chapter 2, verse 4. In Malayalam, it is very, very clear. In English, when I was reading, it was not that clear to me. It says, 2 Timothy chapter 2, verse 4. No one serving as a soldier gets involved in civilian affairs. He wants to please his commanding officer. Hallelujah. Praise in Malayalam it says, Padacherthavane prasadipikendadine yaduru padayaliyum thante jeevanakaryangalil idapedunnilla. Hallelujah. Praise the ultimate goal of the servant of God is to please his commanding officer, the one who called him, the one who has chosen him, the one who has anointed him, the one who has placed his trust upon him. And that is the ultimate goal of a servant of God. In the book of Mark, we read, Jesus called his disciples and set them apart, and Jesus called them, first of all, to be with him. And then afterwards he said, you go and preach the gospel. You go and deliver, do the deliverance ministry. Then you go and cast out the demons. And the first and foremost, the most important thing that a minister of the gospel has to be doing is to be pleasing the commanding officer who has called us. I thank God because Pastor Shibu Thomas was willing to hear the call of God. I thank God for the call that God has placed in his life. Many times, many of us struggle when God calls us. And I don't think, many of my colleagues, many of my friends, they are in ministry, they are doing great work, and they said many times, they ask God, please, if there is any possibility, excuse me, please give me a break. Just like how Moses was saying when Moses was called. We know, I don't want to elaborate that, we know that Moses was giving a lot of excuses in the presence of God. Number one, Moses said, who am I? I'm nobody. And then God said, I'll be with you, don't worry about it, I'll be with you. And secondly, Moses said, what shall I say? And God said, don't worry about what you say.
that will be taken care of. I'm going very fast. Number 3, suppose, he says, suppose they will not believe me. And there was an issue of not believing. Number 4, he said, I'm very slow to speak. I'm a person who is not eloquent to preach. And God said, that also will be taken care of. I will send Aaron to be with you. And finally, Moses said, please find somebody else to do this. And I'm sure that many of us have been in the same predicament as Moses was. But at the time, we know that God's wrath, God was so angry upon Moses, and upon that, at a particular time, Moses submitted himself to serve God. And I'm sure that this is the experience of many of the people who are serving God. And I'm sure that this is a very critical time in our life. We are serving God because God has called us. We are serving God because there is no other alternative that is given to us. There is no other choice that is given to us, because God has called us to serve Him, to do His ministry. As we are doing the ministry, our first number 1 priority is to please God. Hallelujah, praise the Lord. പടചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമായിട്ടുള്ള കാര്യം. കർത്താവിന് സ്തോത്രം. ഈ നാളുകളിലായി കർത്താവിന് സ്തോത്രം നമ്മുടെ വിളിയെ തെരഞ്ഞെടുപ്പ് ഓർത്തുകൊണ്ട് let us remember the call of God that is placed upon our life. Let us remember for what purpose God has called us, and let us continue to do the ministry that God has called us to be. I'm going to be wrapping up very soon. And somebody said like this, I would rather see a sermon than hear a sermon. I would rather see a sermon than hear a sermon. ഞാനൊരു പ്രസംഗം കാണുന്നതാണ് എനിക്ക് താല്പര്യം കേൾക്കുന്നതിനേക്കാൾ. Hallelujah, praise God. I thank God that Pastor Shibu Thomas has exemplified his life, through his ministry, through his character, through his conduct, through his interactions with other people, that he has demonstrated the work of God in and through his life. I thank God for his life. I thank God for his ministry. I wish him great success. I pray that God will continue to minister to him. God will pour out his blessings upon him. God will anoint him with great power, and God with great strength. He and his family, they have been so gracious, so good people, and they have gone over and above in serving our community. Beyond the barriers of this church, beyond the four walls of this church, they have gone far and beyond, and they have reached to many people's lives, and many people have been blessed in and through their life. And it is my prayer that God will mightily use you in the place where you're going, and our prayers are with you, and on behalf of myself and the church that I minister, Mount Sinai Church of God, we wish you all well, and God, may the Lord add his blessings through these words. Thank you, Pastor Matthew Thomas. Concluding ആയിട്ട് ചില വാക്കുകൾ പറഞ്ഞ ശേഷം കർത്താവിദാസൻ Pastor Shibu Thomas will take a few minutes and respond, say whatever he wants to say. 3-4 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ മരുമകൻ, എൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് ഓക്ലഹോമയിൽ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഇവിടെ പാസ്റ്റർ ഷിബു തോമസ് എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ടോ, അദ്ദേഹമാണ് ഞങ്ങളുടെ ചർച്ചിൽ മുഴുവനായിട്ട് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് പാസ്റ്ററാണ് ഇങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു, അല്ലെ ഈ ദേവദാസിനെ പറ്റിയാണ് ചോദിച്ചത്. തുടർന്ന് അദ്ദേഹം അവിടെ പോകാനിടയായി തീർന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം എൻ്റെ മകള് ഓക്ലഹോമ സിറ്റിയിൽ ആ ചർച്ചിലാണ് കൂടുന്നത്. അവരെ ന്യൂയോർക്കിൽ നിന്ന് 3-4 വർഷങ്ങൾക്ക് മുൻപ് അങ്ങോട്ട് മൂവ് ചെയ്തു. അവരെ പല സഭകൾ അന്വേഷിച്ചു. അവസാനം ഈ സഭയിൽ എത്തിച്ചേരുവാനിടയായി. ഞാൻ അവരവിടെ ചെന്നതിന് ശേഷം 1 വർഷത്തിന് കഴിഞ്ഞ് 2-3 വർഷം മുമ്പ് അവിടെ ഒരു സഭായോഗത്തിൽ കടന്നുപോയി. പാസ്റ്റർ ജോൺ വർഗീസിനെ പരിചയപ്പെടുവാനും അദ്ദേഹം എന്നെ മാന്യമായി അവിടെ ശുശ്രൂഷിക്കുവാൻ അവസരം നൽകി എന്നെ ബഹുമാനിക്കുവാനും ഇടയായി തീർന്നു. എനിക്ക് വളരെ സന്തോഷമായി ചർച്ചിനെ പറ്റി തോന്നി. പിന്നീട് എൻ്റെ മകളും മരുമകനും പല നല്ല കാര്യങ്ങൾ ആ സഭയെ പറ്റി എന്നോട് പറഞ്ഞു. ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് ഏപ്രിൽ മാസം 13-ാം തീയതിയും ഞാൻ ആ ചർച്ചിൽ അറ്റൻഡ് ചെയ്യാനിടയായി തീർന്നു. ഞങ്ങള് ഒരു ചർച്ച് പണിയാനുള്ള ശ്രമത്തിലാണ്, നിങ്ങൾ പലരും അറിയുന്നത് പോലെ. അതിനോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ എൻ്റെ മരുമകനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ വിളിച്ച് അത്യാവശ്യമായിട്ട് ചെല്ലണം, ഞാനിവിടുന്ന് പോവുകയാണ്, അതിന് മുമ്പേ വരണം,
എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. എനിക്ക് വളരെ 10-40 മിനിറ്റ് ദൈവത്തിൽ ശുശ്രൂഷിക്കാൻ അവസരം നൽകി. അതുകൂടാതെ നിങ്ങളുടെ ചർച്ചിനെ വളരെ സ്നേഹിച്ച് ആത്മാർത്ഥമായി ഒരു ഓഫറിംഗ് എടുത്ത് തരുവാൻ ഇവിടെയായി തീർന്നു. അതിലുള്ള ആ സന്തോഷം ഞാൻ അറിയിക്കുന്നു. വളരെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയാണത്. എനിക്കത് മനസ്സിലായി. പല നിലകളിൽ ഞാൻ ഞങ്ങളുടെ ചർച്ചിലും വന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് അതുപോലെ ചെയ്യണം. അതിനെപ്പറ്റി ആ നല്ല സഭയെ പറ്റി പറയുവാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങളല്ല. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഈ ഒരു ചർച്ചില് ഈസ്റ്റ് ഡാളസ് ചർച്ച് ഓഫ് ഗോഡ് ആരംഭിച്ചു 33 വർഷങ്ങൾക്ക് മുൻപ്. അവിടെ ഇപ്പോഴും തുടരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് ഊഹിക്കാം. 3-4 വർഷമായ പാസ്റ്റർമാർ പറയുന്നു ഭയങ്കര പ്രയാസമാണെന്ന്. അപ്പൊ 33 വർഷം ഒരു സഭയിൽ തുടരുന്ന പാസ്റ്റർക്ക് എന്തുമാത്രം പ്രയാസമുണ്ടോ നിങ്ങൾക്കറിയാം. പ്രയാസമൊന്നുമില്ല. കാരണം ഞാനൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഇതൊന്നും ഒരു പ്രയാസമല്ല, ഓണസ്റ്റ്ലി. കാരണം എന്റെ പിതാവ് ശുശ്രൂഷ കാലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ യാഗമൃഗത്തിലുള്ള പശുവിനെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആർക്കാ ചേതം എന്ന് പറഞ്ഞാൽ, നമ്മള് പ്രസ്റ്റീജിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആദരവിന് വേണ്ടിയോ ഒന്നുമല്ല ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇന്നാളെ ചർച്ചയിലുള്ള ഒരാളോട് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച വഴിക്ക് പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ വല്ലതും പറയണം, കാരണം എന്നാലും എനിക്ക് സ്വർഗത്തിൽ ചിലപ്പോൾ എല്ലാം കിട്ടുകയുള്ളൂ. അത് പറയാൻ കാരണം വളരെ സിൻസിയറായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കൊരു പ്രയാസം വന്നാല് നമ്മൾ വിവരക്കേടൊക്കെ കാണിച്ചിട്ട് വിശ്വാസികൾ, ഞാൻ പാസ്റ്റർമാരുടെ കൂടുതൽ അങ്ങനെയാണ് പറയുന്നത്, ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുകയാണ്, കാണിച്ചിരുന്ന വിശ്വാസികൾ എല്ലാം പറഞ്ഞതിന് പ്രതിഫലമൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് കരുതിയാൽ മതി. എന്നാല് നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ആത്മാർത്ഥമായി ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും, അതെനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ പ്ലീസ് ചെയ്യാൻ കഴിയരുത്. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിനനുസരണം നല്ലൊരു തീരുമാനമെടുത്താൽ അതിന് നമുക്ക് പഴി കേൾക്കേണ്ടി വന്നാലോ സ്ട്രെസ് ഏൽക്കേണ്ടി വന്നാലോ ഒരു പ്രയാസവും ഇല്ല. കർത്താവ് അത് കൈകാര്യം ചെയ്തോളൂ. നമുക്ക് പ്രതിഫലം കൂടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ശുശ്രൂഷ ഇവിടെ പലരും പറഞ്ഞതിനോട് ചേർന്ന് ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളും സംസാരങ്ങളും ശുശ്രൂഷ മണ്ഡലങ്ങളും മാന്യമായിരിക്കണം. നമ്മൾ പെർഫെക്റ്റ് ഒന്നും ഞാൻ പറയുകയല്ല, നമുക്കും ബലഹീനതകൾ വരാം. എന്നാൽ അതിൽ കൂടെ നമ്മൾ പഠിക്കണം. ഇവിടെ പാസ്റ്റേഴ്സിന്റെ മക്കളാണ് ഞങ്ങളിൽ പലരും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാർ ശുശ്രൂഷിച്ച കാലങ്ങളിലുണ്ടായ ബുദ്ധിമുട്ടുകളും അവരിൽ കൂടെ ഞങ്ങൾ നോക്കി പഠിച്ച പല കാര്യങ്ങളുണ്ട്. അത് അവർക്കുണ്ടായ പരാജയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. നമ്മുടെ ഈ ശുശ്രൂഷ ഇരിക്കുന്നുണ്ട് പാഠങ്ങൾ പഠിക്കണം, അല്ലാതെ പഴയതിനെ ആവർത്തിച്ച് മുൻപോട്ട് പോകുവാനല്ല. ഞാന് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എന്റെ പിതാവ് ശുശ്രൂഷയോട് ഇറങ്ങി പുറപ്പെട്ടതാണ്. ഞാൻ പാഴ്സലേജിൽ നിന്നാണ് ഈ അമേരിക്കയിലേക്ക് വരുന്നത്. പല സ്ഥലങ്ങളിലാണ് വളർന്നത്. ചെറുപ്പമായിരിക്കുമ്പോൾ ഇവിടെ വന്നതാണ്. 23-ാമത്തെ വയസ്സിൽ, ഇപ്പോൾ 65 വയസ്സായി. ഇത്രയും വർഷം ഈ ഡാളസിലും വന്ന് കഴിഞ്ഞ 37 വർഷമായിട്ട് നിങ്ങളുടെ അറിയാൻ വയ്യാത്തവർക്ക് ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. 37 വർഷത്തിൽ പരമായി ഇവിടെ പാർക്കുന്നു. ചർച്ചിന്റെ ചുമതല മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നു. എന്നെ പറ്റി പറയാനല്ലോ ഈ മീറ്റിംഗ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മെ സഹായിക്കും. ആരും ഒന്നും തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ. ഒരിക്കലും ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയുകയാണ്, ഐ ഹാവ് നോ ഡിമാൻഡ്സ്, ഐ ഹാവ് നോ കംപ്ലൈന്റ്സ് ഇൻ ദ മിനിസ്ട്രി. അത് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു ആപ്തവാക്യമായി ഞാൻ എടുത്തു. അതിന്റെ അർത്ഥം, എനിക്ക് ശുശ്രൂഷയിൽ എനിക്കൊരു കംപ്ലൈന്റും ഇല്ല. കാരണം കർത്താവിന് വേണ്ടി എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാലും അതും ഒരു ബ്ലെസ്സിംഗ് ആണ്. അതിൽ കൂടെ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കംപ്ലൈന്റ് ഇല്ലാത്തത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്ട്രെസ് തന്നോ, സ്വർഗത്തിൽ എന്റെ പ്രതിഫലം അത് വലുതാണ്, അതൊക്കെ പറഞ്ഞേച്ചാൽ മതി. അല്ലാതെ ഞാന് അത് ചെയ്ത് ഇത് ചെയ്തൊന്നും ഡിഫൻഡ് ഒന്നും ചെയ്യാൻ പോകണ്ട. അത് പോകുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ട് ദൈവത്തിന് എന്താ കേട്ടാലും ഒരു കുഴപ്പമില്ല. അത് ഞാൻ സിൻസിയറായിട്ട് പറയുകയാണ്. എന്നാൽ നമ്മളൊന്നും ഡിമാൻഡ് ചെയ്യുകയും വേണ്ട, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. കർത്താവിന് എന്താവണം നമ്മൾ ചെയ്താൽ മതി. കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കോളും. പലപ്പോഴും പല അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ വാക്കുകൾ കേട്ട് സന്തോഷിക്കാറുണ്ട്. കാരണം അവരെ ദൈവം നടത്തിക്കോളും. ഇന്നൊരു ബുദ്ധിമുട്ട് നേരിട്ടാലും നാളെ ദൈവം വഴികളെ വിശാലമായി തുറന്നു തരും. നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കോളും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിലെ വാക്യങ്ങളൊന്നും എടുത്ത് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മുടെ കാര്യം നോക്കിക്കോളും. നമുക്ക് കംപ്ലൈന്റും വേണ്ട, ഡിമാൻഡും വേണ്ട. വിശ്വാസിയുടെ ഹാർട്ട് ടൈം തന്നോ, go ahead and do it. But as long as we are faithful, we are sincere, we do the right thing. നമുക്ക്
നമുക്ക് ദൈവത്തിന് പ്രകാരവും ദൈവസ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ഞാൻ റൈറ്റ് ആയിട്ട് ഈ കാര്യം ചെയ്തു നമുക്ക് ആത്മാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും പതറിപ്പോകണ്ട. പിന്നെ നമ്മൾ വല്ലതും പറഞ്ഞു പിടിപ്പിച്ച് അത് ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വല്ലതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വല്ലതൊക്കെ സംഭവിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മള് പാസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മളിവിടെ കൂടുതൽ വൈരാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദേവദാസ് നമ്മുടെ പട്ടണം വിട്ടുപോകുന്നതിൽ നമുക്ക് താൽക്കാലിക ദുഃഖമുണ്ടെന്നാൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ ആയിരിക്കുന്നതിൽ കൂടുതൽ അവിടെ ആകുമ്പോഴാണ് കാണാൻ പോകുന്നത്. കാരണം എന്റെ മക്കൾ അവിടെ ആക്റ്റീവായിട്ട് സഭയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. അവരുടെ പേരൻസും ന്യൂയോർക്കിൽ ഈ ആഴ്ച ഓക്ലഹോമയിലോട്ട് മൂവ് ചെയ്യുകയാണ്. അവരും ആ സഭയിലായിരിക്കും. ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ എന്റെ മകളെ നിങ്ങൾക്ക് ഒരു വിഷയം മൂത്ത മകളാണ് ഷേറൻ. ഷീ ഈസ് എ മെമ്പർ ഓഫ് ദ ചർച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ അവസരം തന്ന അല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷയിൽ ലീഡർഷിപ്പ് വഹിക്കുവാൻ അവസരം തന്ന ഈ ഗ്രൂപ്പിനും ദൈവദാസനും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി പാസ്റ്റർ ഷിബു തോമസ് മുമ്പോട്ട് വന്ന് അദ്ദേഹത്തിന്റെ റെസ്പോൺസസ് പറയും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിന്റെ അവസാനം കർത്താവിന്റെ ദാസന്മാർക്കെല്ലാം കർത്താവിന്റെ നാമത്തിൽ വന്നു എല്ലാ ദൈവദാസിദാസന്മാർക്കും വന്ദനം പറയുന്നു. പാസ്റ്റർ ടി തോമസ്, ഈ സിറ്റിയുടെ കോർഡിനേറ്റർ പാസ്റ്റർ വി തോമസ്, all the fellow ministers in the city and serving the Lord for great kingdom of God. നിങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനൊരു മീറ്റിംഗ് വേണ്ട ഞാൻ പാസ്റ്ററുടെ കാര്യം വിളിച്ചു പറഞ്ഞു. കാരണം രണ്ട് കാരണങ്ങൾ. ഒന്ന്, സഹായം കഴിഞ്ഞ് പിന്നെ നിങ്ങളെ തിരിച്ചു വരുത്തുന്നത് ഉള്ള ബുദ്ധിമുട്ട്. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ബ്രോമേന അങ്ങനെ പല പ്രാവശ്യം പറയുമ്പോൾ കർത്താവിന്റെ സമ്മതിക്കാതെ ഒരു മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുകൊണ്ടും ബഹുമാനത്തോടെയാണ് ഞാനും അതിന് സമ്മതിച്ചത്. കാരണം ഈ പട്ടണത്തിൽ പലരും ആദരിക്കുന്നത് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാനും വന്നതിന് ശേഷം കണ്ടിട്ടില്ല. ദൈവം ചെയ്ത നല്ല ദാനങ്ങൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്തു. ഞാൻ ഈ തുടക്കത്തിൽ ഞാൻ ഓർത്ത് എൻ്റെ ഫ്യൂണറൽ സർവീസ് ആണ്. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞത്, ഞാനല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് സെന്റ് ഓഫ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാം പറ്റിയ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളൊന്നാണ്. അത് ഈ ചർച്ചിലുള്ളവർക്ക് എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ വർത്തമാനം പറഞ്ഞത് ഞാനാണ്. കാരണം ഞാൻ ആർക്കും എൻ്റെ വീട്ടിൽ ഞാൻ ആർക്കും സംസാരിക്കാൻ സമയം കൊടുക്കാറില്ല. ഈ ചർച്ചിലും ഏറ്റവും കൂടുതൽ നോൺ സ്റ്റോപ്പായിട്ട് വർത്തമാനം പറയുന്നത് ഞാനാണ്. കാരണം നിങ്ങളല്ല, ഞാൻ മിതഭാഷ എന്ന് പറഞ്ഞത് സ്കൂളിൽ തന്നെ ഐ നോൺ ആസ് എ ചാറ്ററിംഗ് ബോക്സ്. അങ്ങനെയാണ് ഞാൻ അറിയപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഇത് ഏറ്റവും കൂടുതൽ. പിന്നെ ഞാൻ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ വരാം മിനിസ്റ്ററിങ് ഫാമിലി പുറത്തോട്ട് അധികം ഫ്രണ്ട് സർക്കിളിൽ പോകാത്തത് കൊണ്ടാണ് ഞാൻ അധികം അല്ല കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞത്. എവിടെ ഏത് പട്ടണത്തിലായാലും ഒരു സ്ഥലം വിട്ടു പോന്നാൽ പിന്നെ ആരും തിരിച്ചു വിളിക്കാറില്ല. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഏറ്റവും വർത്തമാനം പറഞ്ഞത് ഞാനാണ്. ഏറ്റവും നന്നായി സംസാരിക്കുകയും ചെയ്യും. കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ടാണ് നിങ്ങൾ അധികം വർത്തമാനം പറയാൻ. ദൈവം നിങ്ങളെ സഹായിക്കും. ഇത്രത്തോളം ഈ പട്ടണത്തിൽ. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞത് പാസ്റ്റർമാരെല്ലാം പറയുന്നു, 6 വർഷം ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചു. കാരണം ഇതിനായ പ്രമാണകാലം തന്നെയാണ്. ഇപ്പോഴും ഒരു പീഡനകാലം ഈ സഭയിലായിട്ടില്ല, തുറന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇനിയും പിന്നെ മുന്നോട്ട് ഈ സഭ കുറച്ച് നാളും കൊണ്ടോട്ട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഇനിയും വർഷങ്ങളുണ്ട്. അതിൻ്റെ നടുവിലാണ് ഞാൻ റിസൈൻ ചെയ്തുപോലെ അങ്ങനെ ആരോന്ന് പറയല്ല. സന്തോഷത്തോടെ ദൈവരിക്കുന്ന ദർശനപ്രകാരം മാറിപ്പോവുകയാണ്. ഈ പട്ടണത്തിൽ തന്നെ അനേക ശുശ്രൂഷകൾക്ക് പല സഭകളും എന്നെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് എന്നാൽ ഈ പട്ടണത്തിൽ നിന്ന് മാറിപ്പോകണമെന്നുള്ള ദൈവനിയോഗം ഉള്ളത് കൊണ്ട് മാത്രം മാറിപ്പോവുകയാണ്. അല്ലാതെ വേറൊന്നുമില്ല. കർത്താവിനെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇനി തിരിച്ചു വരണമെന്ന് എല്ലാ പാസ്റ്റേഴ്സും പറഞ്ഞു. വെരി ഗുഡ്. ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. കുടുംബമായി ഞങ്ങൾ ചിക്കാഗോയിലാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ഞാൻ ഇന്നലെ പാസ്റ്റർ തോമസ് കോശി എൻ്റെ കൂടെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ 1 വർഷം ഞാൻ came to Chicago in 2004. ഗ്രീൻ കാർഡുള്ള പാസ്റ്റേഴ്സും പിന്നെ ഇച്ചിരി പ്രസംഗിക്കാനൊക്കെ അറിയാമെങ്കിൽ പിന്നെ ഒരു സഭയിലും കയറ്റാറില്ല. ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ പോലല്ല, ഇച്ചിരി ഡൊമിനൻ്റ് ആയിട്ടുള്ള പാസ്റ്റേഴ്സ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഭാര്യ നേഴ്സായതുകൊണ്ട് മെമ്പറാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എന്നോട് അത്ര താല്പര്യം തോന്നില്ല. കാരണം പാസ്റ്റർ ഇരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുള്ളത് പോലെ അടുത്തൊരു സഭ ഉണ്ടാക്കുന്നുള്ള വേറൊന്നുമല്ല. കാരണം പട്ടണത്തിൽ ഒരു സഭയ്ക്കൂടെ സാധ്യതകളുണ്ടല്ലോ എന്നോർത്ത് എന്നെ അവോയ്ഡ് ചെയ്തൊരു കാലഘട്ടത്തിലാണ് പാസ്റ്റർ തോമസ് കോശി എന്ന് പറഞ്ഞു, നമ്മളെല്ലാം സമശിക്ഷാവധിക്കാരാണ്, മാറി മാറി പോകുന്നവരാണ്, യു ക്യാൻ ബി വിത്ത് മീ എന്ന് പറഞ്ഞ് 9 months he appointed me as the youth pastor in Gilgal Pentecost Assembly. That was the beginning for my ministry in the land of America. അതിന് മുമ്പ് ഞാൻ 22 വർഷമായി മെയ് മാസത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും പറഞ്ഞൊരു പാസ്റ്റർ മോനായിട്ട് ജനിച്ചു വളർന്നു. 17 പാസ്റ്റേജ് ഞാൻ താമസിച്ചിട്ടുണ്ട്. അത് എൻ്റെ അപ്പൻ്റെ ഗുണവും സഭയുടെ ഗുണം കൊണ്ടാണ് അത്രയും സ്ഥലത്ത് താമസിക്കേണ്ടി വന്നത്. ഒന്നുകിൽ സഭയുടെ ഗുണം അല്ലെങ്കിൽ അപ്പൻ്റെ ഗുണം, അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഏകദേശം ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ പാർക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഒരു നല്ല പ്രായത്തിനായി. അതുകൊണ്ട് ഈ പലരും പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവദാസന് പാസ്റ്റർ എന്ന ഒരു കോളിങ് അല്ലെങ്കിൽ എൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ ദൈവം എന്നെ വിളിച്ചു.
പഠിച്ചു, ആത്മ എഞ്ചിനീയറിംഗ്. I was working, then God called me, but I never wanted to be a pastor. I was working as a youth minister, working on the street children. ഇന്ത്യയിൽ കുഞ്ഞുങ്ങളുടെ വർക്ക് ചെയ്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വിളി. സഭാശുശ്രൂഷ പിന്നെ വന്നു ചേർന്നതാണ്, അല്ല ഞാൻ പോയി കണ്ടുപിടിച്ചതല്ല. കാരണം ആത്മാക്കൾ വന്നപ്പോൾ അവരെ നടത്തേണ്ട ചുമതല ഉള്ളത് കൊണ്ട് അതൊരു സഭാശുശ്രൂഷയായി മാറി. അങ്ങനെ അങ്ങ് ചർച്ച് മിനിസ്റ്ററായി മാറിയതാണ്. ഐ ആം ദ മോസ്റ്റ് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ ഇൻ ദ സിറ്റി. കാരണം ഏത് ചർച്ചക്കാരനെ വിളിച്ചാലും അവരെന്നോട് ബയോഡേറ്റ ചോദിക്കും. ഇവിടുന്ന് ചോദിച്ചാൽ എനിക്ക് ബയോഡേറ്റ ഇല്ല കൊടുക്കാറ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് പറഞ്ഞിട്ട് സഭയിൽ തുടങ്ങി, ഇവിടെ പണിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ദ മോസ്റ്റ് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺ, അങ്ങനെ ഞാൻ പറഞ്ഞത്. വിത്ത് മൈ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നെ വിളിച്ചോടെല്ലാം പറയുന്നത് ബട്ട് ഗോഡ് ഓണേഡ് ഓൾ മൈ ഡിസ്ക്വാളിഫിക്കേഷൻ. അതാണ് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ നീതിക്കായി സ്തോത്രം. ഈ സഭ വെരി വെൽ, നല്ലൊരു സഭയാണ്. എനിക്കൊരു ട്രബിളും തന്നിട്ടില്ല. ഞാൻ കൊടുത്ത ട്രബിൾ അല്ലാതെ അവരെനിക്കൊരു ട്രബിളും തന്നിട്ടില്ല. അവർക്ക് എന്നെയും മടുത്തിട്ടില്ല, എനിക്ക് അവരെയും മടുത്തിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ മാറുന്നു. നിങ്ങൾ പട്ടണത്തിൽ ദൈവദാസൻ എല്ലാ സീനിയർ മിനിസ്റ്റേഴ്സിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അധികം സംസാരിച്ചില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം. എന്നെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാ ദൈവദാസന്മാരുണ്ട്. പ്രൈസ്തലോട് അല്ലുക. ജോർകുട്ടി, തോമസ് കോശി, തോമസ്, അങ്ങനെ പ്രായമുള്ള എല്ലാ ദൈവദാസന്മാരും എപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞാലും എന്നെ നന്നായി അവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളെല്ലാവരും ഈ പട്ടണത്തിലുള്ള എല്ലാ ദൈവദാസന്മാർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സിറ്റി വൈഡിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടിരുന്ന പാസ്റ്റർ യോഹന്നാൻ ഡാനിയൽസ്, തോമസ് ജോർജ്, പാസ്റ്റർ മാത്യു റോയ്, പാസ്റ്റർ വീരി തോമസ്, ഇവരുടെ എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഈ പട്ടണം അനുഗ്രഹിക്കപ്പെട്ടൊരു പട്ടണം. ഇത്രയും സഭ തന്നെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഒരൊറ്റ സഭയായിട്ട് വലിയ ചർച്ചകളും 10,000 പേരും കൂടുന്ന ഒരു സഭയും ഒക്കെ ആയിരുന്നു കൊള്ളാമായിരുന്നു. കൊച്ചു കൊച്ചു സഭയായിട്ട് അവിടെ ഇവിടെ പോയി 2-3 പേരായിട്ട് ഇരിക്കുന്നതിനെക്കാട്ട് നല്ലത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇവരോടെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്, എനിക്ക് ഞായറാഴ്ച പാസ്റ്റുണ്ടെന്നില്ല, ഒരു വെള്ളിയാഴ്ച ഉപവാസപാത കഴിഞ്ഞ് പ്രസംഗിക്കാൻ സമയം തന്നത് വേറൊന്നും വേണ്ട. കാരണം മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും നമുക്കൊരു അഭിമാനം ഉണ്ടാകുമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, എന്നാൽ ഈ പട്ടണം നല്ല അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണ്. ആത്മാർത്ഥമായി ദൈവസഭകൾക്ക് അഭിമാനത്തോടെ ശക്തന്മാരായ ദൈവദാസന്മാരെ തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. അഭിമാനമുണ്ടല്ലോ ഡാളസ് പട്ടണത്തെ ഓർത്ത്. ഒക്കലോമിലേക്ക് ഇനി യാത്രയായി ജൂൺ 8-ാം തീയതി ഇവിടുന്ന് പോകുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ കാലം എന്നോട് കാണിച്ച എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. എന്നെ തുടർന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞ ദൈവവചനത്തിനൊക്കെയായി സ്തോത്രം. ഞാൻ ഓർക്കുന്നത് പാസ്റ്റേഴ്സ് സെമിനാറാണോ പിന്നെ എനിക്ക് തോന്നി. കാരണം നല്ലതായിരുന്നു ഇങ്ങനെ എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ പറ്റിയ സമയം. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. അമേരിക്കയിലെ സഭകളിലൊന്നും നമ്മൾ ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ കണക്ക് നമ്മളെപ്പോലുള്ളവരാണല്ലോ അവിടെ ഉള്ളത്. അതുപോലെ എല്ലാ പാസ്റ്റേഴ്സും വിശ്വാസികളും ഒരുപോലൊക്കെ തന്നെയാണ്. നമ്മൾ തന്ന ദൈവകാലത്ത് ദൈവം പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങൾ എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ടി തോമസിന്റെ കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ ഇൻ ദ ചർച്ച്. ഡോക്ടർ മിനു. അങ്ങനെ ആ കുടുംബത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കടന്നു എല്ലാവർക്കും വന്ദനം. ഈ സഭയിലുള്ളവർക്ക് വന്ദനം. ദേവദാസന്മാർക്ക് വന്ദനം. തുടർന്ന് തന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുക. കർത്താവിന് അവസരം തന്നാൽ വീണ്ടും ഈ പട്ടണത്തിൽ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിന് മുമ്പ് കർത്താവ് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് കാരണം കൃപയിൽ ശുശ്രൂഷയിലായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എപ്പോഴും ഞാൻ വീട്ടിൽ പറയാറുണ്ട്, ഈ സഭയിൽ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇവിടെ കിടക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇന്നലെ എന്നും കാലം പ്രസംഗിച്ചു, ഒന്നെങ്കിൽ ഞാൻ ചാകും അല്ലെങ്കിൽ കർത്താവ് വരും. ഇതിനപ്പുറത്തൊരു പ്രതീക്ഷ നമുക്ക് പാടില്ല. സ്തോത്രം. വേറൊരു പൊസിഷനോടോ സ്ഥാനത്തോടോ വേറൊന്നും നേടുന്നതോടോ ഈ രണ്ട് ചിന്തയാണ് മനസ്സിൽ. ഒന്നെങ്കിൽ എൻ്റെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. അതിനപ്പുറത്ത് ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയാൽ നിരാശയെ വരത്തുള്ളൂ. ഇത് രണ്ടുമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു വൺസ് അഗൈൻ for your cooperation, your love, and everything that you have shown towards me as a co-minister, as a pastor of the city. You have supported me, you prayed for me, you honored me, and truly I acknowledge that this is an honor for me as a servant of God. It's a milestone in my ministry, my family, and my children. And as this Sharon Fellowship Church, we thank you for everything you have done for me. God bless you all. അടുത്തായിട്ട് presentation of plaque, Pastor V.T. Thomas. I am so happy and delighted to present this memorable plaque or tablet or gift to Pastor Shibu Thomas. May the good Lord bless him and his beloved family. Thank you. May the Lord bless you. Thank you. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ ശുശ്രൂഷ ദൈവം നമുക്ക് ദാനം ചെയ്തു. പല കാര്യങ്ങൾ ചിന്തിപ്പാനും പല കാര്യങ്ങൾ പഠിപ്പാനും നമുക്ക് എല്ലാവർക്കും ഇടയായി ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൂടുതൽ വാക്കുകൾ ഇനിയും പറയുന്നില്ല.
വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഡോക്ടർ സജി ചെള്ളത്തിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം പാസ്റ്റർ Joseph from Bombay, I think that's his name, Pastor Shibu Samuel's father-in-law will come and pray and say the benediction. Praise God. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് പാസ്റ്റർ സിബിൾ തോമസ് ഫെയർവെൽ അതിനോട് അനുബന്ധിച്ചാണല്ലോ നമ്മൾ ഈ സ്പെഷ്യൽ മീറ്റിംഗ് ആയി ക്രമീകരിച്ചിരിക്കുന്നത്. അധ്യക്ഷൻ പാസ്റ്റർ ടി തോമസ്, സിറ്റിഫൈഡ് ഫെലോഷിപ്പ് കൺവീനർ പാസ്റ്റർ വി ടി തോമസ്, ആൻഡ് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിസിറ്റിലെ പാസ്റ്റേഴ്സ്, എല്ലാ സഹോദരങ്ങൾക്കായി ആദ്യമായി എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയിക്കും. ജെറമ്യ 17:10 യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് ആന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തർക്ക് അവനവന്റെ നടപ്പിനും പ്രവർത്തിക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. I know Pastor Shibu Thomas personally from Chicago and in Sharon Fellowship Dallas and Citywide Fellowship from last 8 years probably. My wife Tali Thomas also know him from childhood. തീർച്ചയായും ഡാളസ് സിറ്റിക്ക് ഒരു താൽക്കാലിക നഷ്ടമാണെങ്കിലും പാസ്റ്റർ ഷിബു തോമസ് ഓക്ലഹോമ IPC ഹെബ്രോൺ ചർച്ചിലേക്ക് പോകുന്നത് തീർച്ചയായും അതൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയുടെ കുറ്റം പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ദേഷ്യം മനസ്സിൽ വെക്കാതെ പെരുമാറുന്ന ഒരു നല്ല സ്വഭാവം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ട് സോൾവ് ചെയ്യുന്ന രീതിയും ഒരു പ്രത്യേകത തന്നെയാണ്. ചർച്ചിൽ വന്നാൽ ഏറ്റവും സ്പിരിച്വലായി ദൈവഭയത്തോടുകൂടി ആയിരിക്കുവാനും ആരാധനയ്ക്ക് തടസ്സമായി കാണുന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്ന ദിവസം നല്ല സ്വഭാവവും പാസ്റ്റർ ഷിബു തോമസ് ഉണ്ടായിരുന്നു. മായാത്ത മഷി സ്നേഹത്തിൻ്റെത് മാത്രം പാർക്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്നേഹമില്ലാത്ത പൂന്തോട്ടം പൂവില്ലാത്ത പൂന്തോട്ടത്തിന് തുല്യം. ചാൾസ് ഫിനി. ക്രിസ്തീയ സഭകൾ ജീവനെ ഒഴുക്കി കൊടുക്കുന്ന ഒരു രക്തക്കുഴലായിട്ടാണ് പാസ്റ്റർ ഷിബു തോമസിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ ശുശ്രൂഷ ചെയ്ത പാസ്റ്റേഴ്സിനും സഹോദരന്മാർക്കും വീഡിയോ റെക്കോർഡ് ചെയ്ത ബ്രദർ പ്രസാദിനും അതുപോലെ തന്നെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത റോച്ചാനും അങ്ങനെ ഇവിടെ ആശംസകൾ പറഞ്ഞ എല്ലാ പാസ്റ്റേഴ്സിനും കടന്നു വന്ന എല്ലാ ദേവദാസന്മാർക്കും ഞങ്ങളുടെ ചുറ്റുമാൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി once again we'll miss you Pastor Shibu Thomas. പ്രത്യേകിച്ച് ഈ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിച്ച് നമ്മൾ യാത്ര അയക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ ആ ദേവദാസിന് വേണ്ടി ഈ ദേവദാസൻ ഈ ദേവദാസിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് കൈ നീട്ടി അദ്ദേഹത്തിന്റെ മേൽ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് സിംബോളിക് ആയിട്ട് കൈകൾ നീട്ടി ദേവദാസിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ആശീർവാദം. Hallelujah, 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 stotram, stotram, stotram. Hallelujah, hallelujah, hallelujah. നമ്മുടെ വിശുദ്ധകരങ്ങള് ഹല്ലേലൂയ നമുക്കൊന്ന് ഉയർത്തി നമ്മുടെ ദൈവസന്നിധിയില് ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ദാസനെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ച സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല വൈകിയ വീടയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഈ കർത്താവേ ആരാധനയുടെ ആലയത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ നിന്റെ ദാസനോടൊത്ത് കർത്താവേ കടന്നു വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാന് സ്വർഗം ഇടയാക്കിയ പൊന്നുപുറകൾക്ക് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ, നീ ആയിരങ്ങൾക്ക് ലഭിക്കാത്ത മഹാഭാഗ്യം സ്വർഗം ഒരുക്കിയ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ, അല്ലെ പ്രദേശത്തിന്റെ ദാസൻ കർത്താവേ, അല്ലെ കർത്താവ് 6 വർഷക്കാലം കർത്താവിന്റെ വേലയുടെ മുഖത്ത് അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിപ്പാന് കർത്താവേ നിന്റെ ദാസനെ ബലപ്പെടുത്തുന്നതിനോട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ദൈവവചനമായി പ്രദേശത്ത് നടന്ന് ഹല്ലേലൂയ അങ്ങയുടെ വചനം ആശ്വാസം
വിശ്വാസമായി തീരുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കിയ നന്ദിയോട് സ്തോത്രം. ശിവ തോമസ് പാസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, കുടുംബത്തെ ഏൽപ്പിക്കുകയാണ്, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, കൊടുത്ത താരത്തിന്റെ വിശ്വസ്തയോടെ ദൈവസന്നിധി വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗവിന്റെയോളം കൃപയുടെ നന്ദിയോട് സ്തോത്രം. സ്വർഗത്തിലെ ഉയരത്തിലെ കൃപ നിന്റെ ദാസന്റെ മേൽ പകരുമാറാകണം പ്രാർത്ഥിക്കുന്നു. പുത്തൻ അഭിഷേകത്താൽ അഭിഷേകം ചെയ്യുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിന്റെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ശക്തി കൊണ്ട് നിറയ്ക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവത്തെ സേവിപ്പാൻ കർത്താവേ നിന്റെ ദാസനെയും കുടുംബത്തെയും അധികാരപ്പെടുത്തുമാറാകണം പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. സ്വർഗത്തിന്റെ സകല അനുഗ്രഹങ്ങളാല് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് നിന്റെ ദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൊണ്ട് പൊതുവാണ് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. എല്ലാ കുടുംബങ്ങളെയും എല്ലാ സൗകര്യങ്ങളും എല്ലാ പാസ്റ്റർമാരെയും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗകര്യങ്ങളെ ഓർത്ത് ഈ സമയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഒത്തൊരുമിച്ച് ദൈവസഹായിപ്പാന്തയോട് സ്തോത്രം. കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കൂടെ ഇരിക്കണമേ, സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സൗരഞ്ഞയ്ക്ക് വേണ്ടി തന്നെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടുകൂടെ കർത്താവിന്റെ രണ്ടാം വരവിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.